അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മേൽ സൂചിപ്പിക്കപ്പെട്ടതുപോലെ പുതിയ കാലഘട്ടത്തിൽ രക്ഷിതാക്കളെല്ലാവരും തങ്ങളുടെ മക്കളെക്കുറിച്ച് വലിയ ആവലാതിയും വേവലാതിയും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമകാലിക സാഹചര്യത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. ഓരോ ദിനവും നമ്മൾ രാവിലെ എണീക്കുമ്പോൾ മുതൽ കേൾക്കുന്ന പല വാർത്തകളും എല്ലാ ദിവസവും എന്നോണം നമ്മളെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. 2-3 ദിവസങ്ങൾക്കപ്പുറം നമ്മൾ കേട്ടൊരു വാർത്ത, കോഴിക്കോട് അടുത്ത് താമരശ്ശേരിക്കടുത്ത് ഒരു വിദ്യാർത്ഥി, ഒരു മകൻ തൻ്റെ ഉമ്മയെ മയക്കുമരുന്നിനടിമയായി, ലഹരിക്കടിമയായിക്കൊണ്ട് സ്വബോധമില്ലാതെ അവനെ നൊന്ത് പ്രസവിച്ച മാതാവിൻ്റെ വയറ്റിലേക്ക് കടാര കുത്തി ഇറക്കി ആ മാതാവിനെ കൊന്നുകളഞ്ഞ ക്രൂരമായൊരു വാർത്ത നമ്മളെല്ലാവരും വായിച്ചു. അതിനടുത്ത ദിവസം തന്നെ തിരുവനന്തപുരത്ത് നിന്ന് മറ്റൊരു വാർത്ത നമ്മളെല്ലാവരും കേൾക്കുകയുണ്ടായി. ഒരു പിതാവിന്, ഒരു മകൻ അടിച്ചവശനാക്കി അദ്ദേഹം 2-3 ദിവസം വെന്റിലേറ്ററിൽ ആശുപത്രിയിൽ കഴിഞ്ഞ് അതിനുശേഷം അദ്ദേഹവും മരണത്തിന് കീഴടങ്ങി. ഇന്നലെ നമ്മൾ കേട്ടൊരു വാർത്ത വളരെ വലിയ ഒരു റാഗിങ്ങുമായി ബന്ധപ്പെട്ട് എറണാകുളത്തെ ഒരു സ്കൂളിൽ നിന്ന് സഹപാഠികളാൽ ക്രൂരമായി റാഗിങ്ങിന് വിധേയമാക്കപ്പെട്ട ആ വിദ്യാർത്ഥി ആ ഫ്ലാറ്റിൽ നിന്ന് ചാടി മരണപ്പെട്ട് അതിനെ തുടർന്ന് അതിൻ്റെ കാരണങ്ങൾ അന്വേഷിച്ചപ്പോഴാണ് ആ കുട്ടിയുടെ അമ്മ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച ഒരു കുറിപ്പ് വളരെയധികം വായിക്കപ്പെടുകയും ചർച്ചയാവുകയും ചെയ്തിട്ടുള്ളത്. യഥാർത്ഥത്തിൽ എല്ലാവരും ചോദിച്ചു കൊണ്ടിരിക്കുന്നത്, എന്താണ് ഈ പുതിയ കാലത്തെ കുട്ടികൾക്ക് പറ്റിയത്? എന്താണ് അവർക്ക് സംഭവിച്ചത്? എന്തുകൊണ്ടാണ് അവർ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? എന്താണ് അവർക്ക് ഇങ്ങനെ മാറ്റം വരുവാനുള്ള കാരണം എന്നതാണ്. യഥാർത്ഥത്തിൽ അതിൻ്റെ കാരണങ്ങളെ അന്വേഷിക്കുമ്പോൾ നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഇത്തരം ലഹരി വ്യാപകമാവുമ്പോൾ നമ്മൾ ആരോട് ചോദിച്ചാലും, നമ്മുടെ പരിസര പ്രദേശത്ത്, നമ്മുടെ ചുറ്റുപാടിൽ ആരോട് ചോദിച്ചാലും ലഹരിയെ നന്മയുള്ളൊരു കാര്യമായി, നല്ല സ്വഭാവമായി ആരും കണക്കാക്കുന്നില്ലെങ്കിലും, ആരും അംഗീകരിക്കുന്നില്ലെങ്കിൽ കൂടിയും എവിടുന്നാണ് ഇവർക്ക് ഇത്തരത്തിലുള്ള ഇത് ഉപയോഗിക്കാനുള്ള, അതല്ലെങ്കിൽ അതിനുള്ള ന്യായീകരണങ്ങൾ ലഭിക്കുന്നത് എന്ന് തീർച്ചയായും നമ്മുടെ സമൂഹത്തിൽ വിചാരണ ചെയ്യപ്പെടേണ്ടതുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിസ്ഡം സ്റ്റുഡൻസ് സ്ട്രീറ്റ് ലോഗ് പോലുള്ള പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുന്നത്. അതിൻ്റെ ഒരു വിചാരണയിലേക്ക്, അതിൻ്റെ ഒരു പോസ്റ്റ്മോർട്ടത്തിലേക്ക് യഥാർത്ഥത്തിൽ നമുക്ക് ഈ പ്രോഗ്രാമിലൂടെ നമ്മൾ പ്രവേശിക്കുകയാണ്. ഇവിടെ ഒരു കാര്യം ആമുഖമായി നമ്മൾ പറഞ്ഞു വെക്കുകയാണ്. നമ്മുടെ മക്കൾക്ക് നന്മകളൊന്നുമില്ല എന്നോ അതല്ലെങ്കിൽ അവരെക്കുറിച്ച് നമുക്ക് യാതൊരു പ്രതീക്ഷയില്ല എന്നോ ഈ ഒരു പരിപാടി പറഞ്ഞു വെക്കുന്നില്ല. മറിച്ച് ഒരുപാട് പ്രതീക്ഷകളും നല്ല ഭാവിയും എല്ലാം നമ്മൾ ആശിക്കുമ്പോൾ തന്നെ, പ്രതീക്ഷിക്കുമ്പോൾ തന്നെ അതിനോടൊപ്പം തന്നെ അവർ ചെന്നകപ്പെടാൻ സാധ്യതയുള്ള തിന്മകളുടെ, അവർ ചെന്നകപ്പെടാൻ സാധ്യതയുള്ള അരാജകത്വത്തിൻ്റെ അത്തരം വേദികളെ ഇല്ലാതാക്കുക എന്നത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം. അവിടെ യഥാർത്ഥത്തിൽ ഒരു കൂട്ടായ്മയുടെയോ ഒരു മതസംഘടനയുടെയോ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയോ ഒന്നും മാത്രം ഉത്തരവാദിത്തമല്ല അത്. മറിച്ച് ഈ സമൂഹത്തിൽ നിലകൊള്ളുന്ന എല്ലാ ആളുകളും ഒന്നിച്ച് നമ്മുടെ കുട്ടികൾക്ക് സ്വസ്ഥമായി ജീവിച്ചു പോകാനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കേണ്ടതുണ്ട്. ഇവിടെ നമ്മൾ ചർച്ചയ്ക്കെടുക്കുന്ന ഏറ്റവും ആദ്യത്തെ വിഷയം നമ്മുടെ നാട്ടിൽ ഇന്ന് വർദ്ധിച്ചു വരുന്ന ലഹരി വ്യാപനം തന്നെയാണ്. സുഹൃത്തുക്കളെ, പണ്ടെല്ലാം നമ്മൾ എന്നോ എവിടെയോ വായിച്ച ചില കഞ്ചാവിനെ കുറിച്ചുള്ള വാർത്തകൾക്കും ചില മദ്യപാനത്തെക്കുറിച്ചുള്ള വാർത്തകൾക്കും അപ്പുറത്തേക്ക് ഇന്ന് ഓരോ ദിവസവും നമ്മൾ പത്രമാധ്യമങ്ങളിൽ വായിച്ചു കൊണ്ടിരിക്കുന്നത് കിലോ കണക്കിന് കഞ്ചാവുകൾ പിടിക്കപ്പെട്ടു എന്നാണ്, അല്ലേ? 1 ഗ്രാമിന് 1000-2000 വിലയുള്ള MDMA കഴിഞ്ഞ ദിവസം കോഴിക്കോട് പിടിച്ചത് കിലോ കണക്കിനാണ്. അപ്പോൾ കോടികൾ വില വരുന്ന ഇത്തരം ലഹരി വസ്തുക്കൾ, അതിൽ തന്നെ സിന്തറ്റിക് ലഹരികൾ എന്ന് പറയുന്ന മാരകമായ ലാസ് ലഹരികൾ ഈ കോട്ടോപ്പാടം പരിസരത്ത് വരെ നമുക്ക് ലഭ്യമാണ് എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും, ഇവിടെ രക്ഷിതാക്കളടക്കം എല്ലാവരും ജാഗ്രതയോടുകൂടി നമ്മുടെ ഈ സംസാരം ശ്രവിക്കേണ്ടതുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം, യഥാർത്ഥത്തിൽ ഒരു അപകടം നമ്മുടെ ചുറ്റുമുണ്ട് എന്ന് പറയുമ്പോൾ, നമ്മുടെ വീട്ടിലൊരു പാമ്പുണ്ട് എന്ന് പറഞ്ഞാൽ
ആ പാമ്പിനെ കണ്ടാലും ഇല്ലെങ്കിലും നമ്മൾ എത്ര ശ്രദ്ധയോട് കൂടിയാണോ അതിനെ തിരയുക. അതുപോലെ നമ്മുടെ നാട്ടിൽ ഇന്ന് ലഹരി വ്യാപകമാണ് എന്ന് പറയുമ്പോൾ എൻ്റെ വീട്ടിൽ അതില്ലല്ലോ എന്നോ എൻ്റെ കുട്ടി അത് ഉപയോഗിക്കുന്നില്ലല്ലോ എന്നോ മാത്രം പറഞ്ഞ് ആശ്വസിക്കാൻ നമുക്ക് സാധിക്കുകയില്ല. മറിച്ച് നമ്മുടെ നാട്ടിൽ നിന്നും അത് തുടച്ചു നീക്കുക എന്നത് തന്നെയാണ് എന്നെ ശ്രവിക്കുന്ന എല്ലാ രക്ഷിതാക്കളുടെയും ഈ നാട്ടിലെ എല്ലാ നാട്ടുകാരുടെയും ഉത്തരവാദിത്തം. സഹോദരങ്ങളെ, നമുക്ക് ഒന്നിച്ചു നിന്ന് ഇതിനെതിരെ പോരാടേണ്ടതുണ്ട്. ഇവിടെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ആമുഖമായി പറഞ്ഞു വെക്കുന്നത്. പണ്ടെല്ലാം ലഹരി എന്ന് പറയുമ്പോൾ മദ്യവും പുകവലിയുമായിരുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ലഹരി വസ്തുക്കൾ. എന്നാൽ ഇന്ന് പുകവലി പ്രശ്നമില്ല എന്ന തരത്തിലേക്ക് നമ്മുടെ നാടെത്തിയിരിക്കുന്നു. പുകവലി അത്ര വലിയ പ്രശ്നമല്ല, ബീഡി വലിച്ചാൽ പ്രശ്നമല്ല, അല്ലേ? ചെറിയ വലിക്കുന്നതൊക്കെ അത് പണ്ട് മുതലേ ശീലിച്ചതാണ്, അതുകൊണ്ട് ഇപ്പം മാറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പരസ്യമായി പുകവലിക്കുന്ന ആളുകൾ ഇതിലെ ഏറ്റവും ആദ്യത്തെ പ്രതികളാണ്. നമ്മൾ പറഞ്ഞു വെക്കുന്നു, നമ്മുടെ മക്കൾ കാണുന്ന കാഴ്ചയിൽ ഉണ്ടാവുന്ന ഇത്തരം തിന്മകൾ അവരെ സ്വാധീനിക്കുന്നുണ്ട് എന്ന് 100% നമുക്ക് ഉറപ്പിക്കാം. രണ്ടാമത്തേത് മദ്യമാണ്, അല്ലേ? ഒരു കാലം വരെയും ഏറ്റവും വലിയ മാരകമായ ലഹരിയായി നമ്മൾ കണക്കാക്കിയിരുന്ന കള്ളടക്കമുള്ള മദ്യങ്ങൾ, ബീവറേജുകൾ, അത്തരം ബീവറേജുകൾ മദ്യങ്ങളുടെ കണക്കിന്നത് പുറത്താണ്. കേരള സർക്കാർ യഥാർത്ഥത്തിൽ മദ്യത്തിനെതിരെയുള്ള കനത്ത പോരാട്ടത്തിലാണുള്ളത്, അല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ലഹരി വർജനവുമായി ബന്ധപ്പെട്ട് നമ്മൾ ലഹരി വിരുദ്ധ ക്യാമ്പയിനുകൾ നടക്കുന്നുണ്ട്. പക്ഷേ അതിൽ നിന്നെല്ലാം മദ്യം ഒഴിവാക്കപ്പെടുന്നു. ഞാൻ ഒരു കണക്ക് മാത്രം പറയാം. കേരള സർക്കാരിൻ്റെ 2023-24 കാലഘട്ടത്തിലെ മദ്യവുമായി ബന്ധപ്പെട്ട അനൗദ്യോഗിക കണക്ക് പ്രകാരമുള്ള വരുമാനം 19,000 കോടി രൂപയാണ്. അപ്പൊ യഥാർത്ഥത്തിൽ അത്രത്തോളം കോടി രൂപയുടെ മദ്യം വിറ്റുവരവ് നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ, നമ്മുടെ മലപ്പുറത്തും പാലക്കാടും തൃശ്ശൂരും അടങ്ങുന്ന അങ്ങാടികളിൽ ഈ ഒരു കഴിഞ്ഞ ന്യൂ ഇയർ എന്ന് പറയുന്ന 2025 തുടക്കത്തിൽ ഏതൊരാളും നല്ലൊരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുന്ന ആ സമയത്ത് തന്നെ ഇത്തരം മാരകമായ ലഹരി വസ്തുക്കൾ വിറ്റഴിക്കപ്പെടുകയാണ്. അവിടെ യഥാർത്ഥത്തിൽ നമ്മൾ ഇത്തരം ഈ ലഹരിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പൊതുസമൂഹത്തിലുള്ള ഈ തിന്മയാണ് എന്ന കാഴ്ചപ്പാടിനെ മാറ്റുന്ന ആളുകളെ നമ്മൾ പരിശോധിക്കുകയാണ്. അതെ, നമ്മളെല്ലാവരും ഒറ്റ ശ്വാസത്തിൽ എല്ലാവരും ഒരുമിച്ച് എന്ന് പറയുകയാണ് ലഹരി തെറ്റാണെന്ന്. പക്ഷേ എന്നിട്ടും ലഹരി വർദ്ധിക്കുന്നു. എവിടുന്നാണ് അതിനുള്ള ന്യായീകരണങ്ങൾ, അതിനുള്ള കാരണങ്ങൾ എന്താണെന്ന് നമ്മൾ തീർച്ചയായും പരിശോധിക്കേണ്ടതുണ്ട്. അത് നമ്മുടെ ചുറ്റുഭാഗത്തു നിന്നും നമുക്ക് നമ്മുടെ വിദ്യാർത്ഥികളിലേക്ക് എത്തുന്നതല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മളൊക്കെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന, ഞാനും നിങ്ങളും ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന, വിദ്യാർത്ഥി തലമുറ വളരെയധികം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ചില പ്രത്യേക ആളുകൾ, ചില പ്രത്യേക ആധുനിക മനുഷ്യർ, കോട്ട് ആൻഡ് കോട്ട് ചില ആധുനിക മനുഷ്യന്മാർ ഇത്തരം കാര്യങ്ങൾക്ക് ന്യായീകരണങ്ങൾ ചമക്കുന്ന ചില സംസാരങ്ങൾ, ചില വർത്തമാനങ്ങൾ അവരൊക്കെ ഇൻഫ്ലുവൻസേഴ്സായും ബ്ലോഗർമാരായും സെലിബ്രിറ്റികളായും ഏതുവരെ എന്ന് ചോദിച്ചാൽ നമ്മളുടെ സിനിമാ സിനിമകളടക്കം ഇതിനെയൊക്കെ വളരെ മഹത്വവൽക്കരിച്ചുകൊണ്ട്, ഇതൊക്കെ സ്വാഭാവികവൽക്കരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം മുന്നിൽ നിൽക്കുമ്പോൾ സ്വാഭാവികമായും കുട്ടികൾ അതൊരു ഹീറോയിസമായി കാണുകയും അത് ഉപയോഗിക്കാത്തത് എന്തോ ഒരു പ്രശ്നമാണ്, ഒരു മോശമാണ്, ഞാൻ മാത്രം എങ്ങനെ ഉപയോഗിക്കാതിരിക്കും, ഞാൻ മാത്രം മാറി നിന്നാൽ പിന്നെ ഞാനൊരു മോശക്കാരനാവുമോ എന്നുള്ള ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് യഥാർത്ഥത്തിൽ വിദ്യാർത്ഥി സമൂഹത്തിലേക്ക് വളരെയധികം കടന്നുകൂടിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇവർക്ക് ന്യായങ്ങൾ ചമച്ചു കൊടുക്കുന്ന ആരാണെന്ന് എന്നുള്ള ആദ്യത്തെ ഒരു ചെറിയൊരു സംസാരത്തിലേക്ക് നമുക്ക് പോകാം. കഴിഞ്ഞ ഒരു 2 മാസത്തിനിടയ്ക്ക് നമ്മുടെ മലയാള ഭാഷയിൽ ഇറങ്ങിയ ചില സിനിമകൾ, ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന രക്ഷിതാക്കൾക്ക് അത് അറിയുന്നുണ്ടാവില്ല, എന്നാൽ നമ്മുടെ മക്കളെല്ലാം തിയേറ്ററുകളിലും അല്ലാതെയും എല്ലാം പോയി കണ്ട സിനിമകൾ, ആ സിനിമകളുടെ പ്രധാനപ്പെട്ട ആശയം അല്ലെങ്കിൽ അതിൻ്റെ മെസ്സേജ് എന്ന് പറയുന്നത് ലഹരിയാണ്, അല്ലേ? കഴിഞ്ഞ ദിവസം എന്നോട് 5 വയസ്സുള്ള ഒരു കുട്ടി പറഞ്ഞത് ചോരക്കളിയാണെന്നാണ്. ചോരക്കളി, ഒരു സിനിമയിൽ നായകൻ എല്ലാവരെയും ഇടിച്ചിട്ട് ഭയങ്കര ഹീറോ ആയി നടന്നു പോകുമ്പോൾ അതെല്ലാം മാസാവുന്ന, അതെല്ലാം അടിപൊളിയാവുന്ന ഒരു കാലത്ത് യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ നമ്മൾ നന്നായി ഭയപ്പെടേണ്ടതുണ്ട്. നമ്മുടെ മക്കൾ കാണുന്ന കാഴ്ചകളിലെല്ലാം അത്തരം വാദഗതികളാണ് നിറഞ്ഞു നിൽക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ ഈ കഞ്ചാവുമായി ബന്ധപ്പെട്ട് ഒരു മനുഷ്യൻ പറഞ്ഞ വർത്തമാനം നിങ്ങൾക്കെല്ലാം ഇവിടെ ഒന്ന് കേൾക്കാൻ സാധിക്കുന്നതാണ്. കഞ്ചാവൊക്കെ ലീഗലൈസ് ചെയ്യേണ്ടതാണ്. എന്ത് കുഴപ്പമാണ്? വെറുതെ നമ്മൾ നോക്കി അതിൻ്റെ മുകളിലൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഭീകരമായ ചർച്ചകളും എല്ലാം ഇന്ന് അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ അവന്മാരാണ് ഇത് ആരംഭിച്ചത്.
അല്ലേ? അമേരിക്ക പോലെ രാജ്യങ്ങളിലൊക്കെ കഞ്ചാവൊക്കെ കുഴപ്പമില്ല, അതുകൊണ്ട് നമ്മുടെ നാട്ടിലും കഞ്ചാവൊക്കെ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ആക്കണം എന്നാണ് ഈ പറയണത്. അപ്പൊ എത്ര വലിയ അപകടമാണ്. യഥാർത്ഥത്തിൽ വലിയ അപകടം ഇവർ പറഞ്ഞു വെക്കുന്നു. പിന്നീടുള്ള പരിണിത ഫലങ്ങളെക്കുറിച്ച് യഥാർത്ഥത്തിൽ ഈ മൊത്തത്തിലുള്ള പൊതുസമൂഹമാണ് യഥാർത്ഥത്തിൽ രക്ഷിതാക്കളും സമൂഹവുമാണ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് സത്യം. അതിൻ്റെ എത്രത്തോളം എന്ന് വെച്ചാൽ, സാധാരണയായി നമ്മൾ കോളേജുകളിൽ പോയി പബ്ലിക് ഒപ്പീനിയൻ എന്ന പേരിൽ കുട്ടികളോട് ചോദിക്കാറുണ്ട്, ഓരോ കോളേജുകളിൽ പോയിട്ട് ഇന്ന വിഷയത്തിൽ എന്താ അഭിപ്രായമാണുള്ളതെന്ന്. അപ്പോൾ അങ്ങനെ ഒരു വ്ളോഗർ ഒരു കോളേജിൽ കടന്നു ചെന്ന് ഒരു വിദ്യാർത്ഥികളോട് സംവദിച്ചതിൻ്റെ ഒരു ചെറിയ സംസാരം നമുക്ക് കേൾക്കുവാൻ സാധിക്കും. എന്താണ് ഇവരൊക്കെ ഈ സമൂഹത്തിൽ ഉണ്ടാക്കി വെക്കുന്ന പരിണിത ഫലം, വിദ്യാർത്ഥികൾ എങ്ങനെ അതിൽ ആകൃഷ്ടരാകുന്നു എന്നതിനെ പറ്റി നമുക്കൊന്ന് കേൾക്കാം. നമ്മുടെ ഇന്ത്യയിൽ സ്ട്രോങ് ആക്കണമെന്ന് തോന്നിയിട്ടുള്ള ഒരു നിയമം. നിയമോ? അത് ഞാൻ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കഞ്ചാവ് ലീഗലാക്കണം. കഞ്ചാവ് ലീഗലാക്കണം. വേറൊന്നും ഞാൻ പറയണില്ല. കഞ്ചാവ് ലീഗലാക്കണം. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ നാട്ടിൽ സ്ട്രോങ് ആക്കേണ്ട ഒരു നിയമം എന്താണെന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ മക്കളുടെ പ്രായത്തിലുള്ള ചില വിദ്യാർത്ഥികൾ പറയുന്ന വർത്തമാനമാണ് കഞ്ചാവൊക്കെ നിയമത്തിൽ വൽക്കരിക്കണം എന്നാണ് ഈ പറയുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇത് ഒറ്റപ്പെട്ടൊരു സംഭവമാണോ? ഏതെങ്കിലും നാട്ടിൽ ഏതെങ്കിലും കുട്ടികൾ മാത്രം പറഞ്ഞതാണോ? അല്ല എന്നതാണ് സത്യം. കാരണം കഴിഞ്ഞ വർഷത്തെ മാത്രം കേരളത്തിലെ സർക്കാർ കണക്കനുസരിച്ച് 1140 വിദ്യാലയങ്ങളിൽ, നമ്മുടെ മക്കൾ പഠിക്കുന്ന ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാലയങ്ങളിൽ ലഹരിയുമായി ബന്ധപ്പെട്ട മാഫിയ ഇടപാടുകൾ നടക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. പാലക്കാട് ജില്ലയിൽ അടക്കമുള്ള വിദ്യാലയങ്ങളിലാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട ഒരു വർത്തമാനം, അല്ലേ, ഏറെ സങ്കടപ്പെടുത്തുന്നതാണ്. ഒരു വിദ്യാലയത്തിലെ അതിൻ്റെ പ്രധാന അധ്യാപകന്റെ മുറിയിൽ ഇരുന്നു കൊണ്ട് ഒരു വിദ്യാർത്ഥി അയാളോട് തട്ടിക്കയറുന്നുണ്ട്. സോഷ്യൽ മീഡിയ ശ്രദ്ധിച്ച എല്ലാവർക്കും അറിയാം. ആ വിദ്യാർത്ഥി ചോദിച്ചത്, എന്നെ തടയാൻ നിങ്ങൾക്ക് എന്ത് അധികാരമുള്ളതെന്നാണ് ചോദിച്ചത്. അപ്പോൾ യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള വലിയ തിന്മകളുടെ ഇടപാടുകൾ നടത്താൻ ഇവിടെ ന്യായീകരിക്കുന്ന ആളുകൾ തന്നെയാണ് ഇവിടെ ഏറ്റവും വലിയ പ്രതികളായി മാറുന്നത്. സുഹൃത്തുക്കളെ, നമുക്കിതിന് തടയിടണം എന്നതിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ യഥാർത്ഥത്തിൽ നമ്മുടെ സർക്കാരിൻ്റെ പക്ഷത്തു നിന്നും സംഭവിക്കുന്ന ഒരു വീഴ്ച കൂടി നമ്മളിവിടെ ചേർത്ത് വായിക്കേണ്ടതുണ്ട്. ഒരു കാലത്ത് മദ്യനിരോധനം എന്ന പേരിൽ നമ്മൾ സകല ബാറുകളും അടച്ചുപൂട്ടി. പിന്നീട് മദ്യവർജനം എന്ന പേരിൽ പല ബാറുകളും തുറന്നു. പക്ഷേ ഏറ്റവും അവസാനം സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, 2013 മുതൽ 2021 വരെയുള്ള കേരള പ്ലാനിംഗ് ബോർഡിൻ്റെ കണക്ക് പ്രകാരം കേരളത്തിൽ നടന്ന ആക്സിഡന്റുകളിൽ ബഹുഭൂരിപക്ഷം ആക്സിഡന്റുകളെയും കാരണം ഈ മദ്യമാണ്, ഈ ലഹരിയാണ്. സുഹൃത്തുക്കളെ, ഞാൻ ചോദിക്കുന്നത്, പാവപ്പെട്ടൊരു മനുഷ്യൻ റോഡിലിറങ്ങി വണ്ടി ഓടിക്കുമ്പോൾ മദ്യപിച്ച് വരുന്നൊരു മദ്യപാനി വണ്ടി ഇടിച്ച് അയാളെ കൊലപ്പെടുത്തുന്നതിൻ്റെ ഉത്തരവാദിത്വം ആർക്കാണ് ഇവിടെ നൽകാൻ സാധിക്കുക? അവിടെ ഒറ്റപ്പെട്ട ചില വിതുമ്പലുകൾക്കപ്പുറത്തേക്ക്, ചില വിലപനങ്ങൾക്കപ്പുറത്തേക്ക് ഇതിൻ്റെ പ്രതികളെ നമ്മൾ കണ്ടുപിടിച്ചേ പറ്റുകയുള്ളൂ. സുഹൃത്തുക്കളെ, എല്ലാ ദിവസവും പണിയെടുത്ത് ഒരു 700-800 രൂപ കൂലി കൊണ്ട് വീട്ടിലേക്ക് മടക്കുന്നൊരു വ്യക്തി അതിൽ 200 രൂപ മാറ്റിവെച്ച് മദ്യഷോപ്പിൽ കയറുമ്പോൾ യഥാർത്ഥത്തിൽ അയാൾ ഈ സമൂഹത്തിലുണ്ടാക്കുന്ന അപകടത്തെക്കുറിച്ചുള്ള കൃത്യമായൊരു ധാരണ നമുക്ക് ഉണ്ടാവണമെന്നാണ് നമ്മൾ പറഞ്ഞു വെക്കുന്നത്. അതെ, പല വിധത്തിലുള്ള ന്യായീകരണങ്ങൾ നമുക്ക് ഇത്തരം ലഹരി ഉപയോഗിക്കുന്ന ആളുകളിൽ നിന്ന് കാണാൻ സാധിക്കും. ഒന്ന്, അത് ഇത്തരം ആളുകൾ നിരത്തി വെച്ചിട്ടുള്ള ന്യായീകരണങ്ങളെ കടമെടുത്തുകൊണ്ട് പറയുന്ന സംസാരങ്ങളാണ്, അല്ലേ? ഇപ്പോൾ നമുക്ക് നമ്മുടെ വിദ്യാർത്ഥി തലമുറയെ വിശേഷിച്ചും സംസാരിക്കുകയാണെങ്കിൽ എപ്പോഴും കേൾക്കാൻ നമുക്ക് കഴിയുന്ന ഒരു കാര്യമാണ്, അല്ലേ, എൻ്റെ ഇഷ്ടമാണ്, നിങ്ങളാരാണ് ചോദിക്കാൻ, അല്ലേ? മൈ ബോഡി, മൈ റൂൾസ്, മൈ ചോയ്സ്, അല്ലേ, മൈ ലൈഫ്. ഉപദേശം ലവലേശം ഇഷ്ടമല്ല എന്നാ പറയാം. ഉപദേശങ്ങളെയൊക്കെ ഒരു തനിത വൈബായി അവതരിപ്പിക്കുന്ന ഒരു പുതിയ കാലഘട്ടത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. യഥാർത്ഥത്തിൽ ഉപദേശങ്ങളെ ഒട്ടും ഇഷ്ടമില്ലാത്ത, അതിനോട് പുറംതിരിഞ്ഞു നിൽക്കുന്ന, അതൊരു പഴഞ്ചൻ ഏർപ്പാടാണ് എന്ന് വിശ്വസിക്കുന്ന, അങ്ങനെ മനസ്സിലാക്കുന്ന ഒരു പുതിയ വിദ്യാർത്ഥി തലമുറ യഥാർത്ഥത്തിൽ നമുക്കിടയിൽ കടന്നു വരുന്നു. അതുപോലെ തന്നെ മറ്റൊരു റീസൺ എന്ന് പറയുന്നത് സ്വാഭാവികവൽക്കരണമാണ്. എപ്പോഴെങ്കിലും ഉപയോഗിച്ചാൽ എന്താണ്, അതിന് സോഷ്യൽ ഡ്രിങ്കിങ് എന്നൊക്കെ പേര് ഇട്ടുകൊണ്ട് എപ്പോഴെങ്കിലും മദ്യം കുടിക്കുന്നതിന് പ്രശ്നമില്ല. ഒരു ടൂർ പോകുമ്പോൾ, ഒരു വിവാഹത്തലേന്ന്, ഒരു വിവാഹത്തിൻ്റെ വേളയിൽ, ഒരു കൂട്ടുകാർ ഇടക്കൊന്ന് കൂടിയിരിക്കുമ്പോൾ, അങ്ങനെ കൂടിയിരിക്കുമ്പോൾ അതൊക്കെ ലഹരി ഉപയോഗിച്ചാൽ അതൊന്നും അത്ര കാര്യമാക്കേണ്ടതില്ല, പ്രശ്നമില്ല എന്നുള്ള ഒരു സ്വാഭാവികവൽക്കരണം കൂടി യഥാർത്ഥത്തിൽ ഇതിൻ്റെ മറ്റൊരു ന്യായീകരണമാണ്. മറ്റൊന്ന്, ഇതിന് ലഭിക്കുന്ന വലിയ തരത്തിലുള്ള ഒരു ലാഭക്കണക്കാണ്. യഥാർത്ഥത്തിൽ ഇതിൻ്റെ കരിയർമാരായി പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥികളെ തന്നെ ഉപയോഗപ്പെടുത്തി കരിയർമാരാക്കി അവർക്ക് ജോലിയിൽ നിന്ന് ലഭിക്കുന്നതിൻ്റെ 10-100 ഇരട്ടി പണം കൊടുത്ത് ലാഭം സമ്പാദിക്കുമ്പോൾ മറ്റൊരു കരിയറിനെ കുറിച്ചോ മറ്റൊരു ഭാവി ജീവിതത്തെക്കുറിച്ചോ സ്വപ്നം കാണാൻ പോലും യഥാർത്ഥത്തിൽ നമ്മുടെ വിദ്യാർത്ഥികൾ, അതല്ലെങ്കിൽ പൊതുസമൂഹത്തിലെ വലിയൊരു വിഭാഗം, ഇതിനടിമപ്പെട്ട വിഭാഗം തയ്യാറാവുന്നില്ല എന്നുള്ളത് നമ്മൾ കാണേണ്ടിയിരിക്കുന്നുണ്ട്. ഒരു ചെറിയ കണക്ക് മാത്രം ഇവിടെ പറയാം. പണ്ട് കാലത്ത് നമ്മുടെ നാട്ടിലേക്ക് എത്തിയിരുന്ന ഈ ലഹരി വസ്തുക്കളുടെ തുടക്കം എന്ന് പറയുന്നത് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നാണ്.
ആഫ്രിക്കയിലെ നൈജീരിയ അടക്കമുള്ള രാജ്യങ്ങളിൽ 300 രൂപക്കൊക്കെ വിറ്റിരുന്ന സാധനം നമ്മുടെ ബോംബെ എയർപോർട്ടിൽ എത്തുകയും മുംബൈയിൽ നിന്നും പിന്നീട് ബാംഗ്ലൂർ എത്തുകയും ബാംഗ്ലൂർ എത്തുമ്പോഴേക്കും അതിൻ്റെ വില 300-ൽ നിന്നും 800 രൂപയാവുകയും അത് ബാംഗ്ലൂരിൽ നിന്ന് കൊച്ചിയിൽ എത്തുമ്പോഴേക്കും അതിന് 1200 രൂപയാവുകയും ആ കൊച്ചിയിൽ നിന്നും നമ്മുടെ നാടുകളിലേക്കെല്ലാം അത് എത്തുമ്പോൾ 1500-2000 രൂപ ഗ്രാമിന് നമ്മുടെ മക്കൾ കൊടുക്കുകയാണ്. എന്നിട്ടോ ആ ഒരു വസ്തു അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാൻ സഹായിക്കുന്ന ആളുകൾക്ക് കമ്മീഷൻ വക പൈസ വേറെയും. അപ്പോൾ ഇത്തരം വലിയ പണക്കണക്കുകൾ ഇതിന് പിന്നിലുണ്ട്. അതിൻ്റെ പേരും പറഞ്ഞ് അതിൻ്റെ മറയും പിടിച്ച് ന്യായീകരിക്കുന്ന ആളുകളാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും വലിയ അപകടം ഈ ഒരു വിഷയത്തിൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഒരേ ന്യായീകരണം തന്നെ പല വിഷയങ്ങളിൽ യഥാർത്ഥത്തിൽ നമുക്കിന്ന് കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ ലഹരിയുടെ വിഷയം അതിൽ പ്രധാനപ്പെട്ട നമ്മളെല്ലാവരും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം എന്ന നിലക്ക് നമുക്ക് പൊതുസമൂഹത്തിൽ കൂടുതലായി രക്ഷിതാക്കളൊക്കെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം എന്ന നിലക്ക് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ രക്ഷിതാക്കൾക്ക് വേഗം റിലേറ്റ് ചെയ്യാൻ അവരുടെ ജീവിതത്തിൽ അവരുടെ കുടുംബാംഗങ്ങളിൽ അവരുടെ മക്കളുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന മറ്റൊരു വിഷയമായിരിക്കും റിലേഷൻഷിപ്പുകളെ കുറിച്ചുള്ള പുതിയ തലമുറയുടെ വിദ്യാർത്ഥികളെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട്. യഥാർത്ഥത്തിൽ ഈ ലഹരിയുമായി ബന്ധപ്പെട്ട വിഷയം നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ തന്നെ ആർക്കാണ് ഈ ലഹരിയെ തടഞ്ഞു നിർത്താൻ സാധിക്കുക എന്ന ചോദ്യം ഇവിടെ വളരെ വ്യക്തമാണ് അല്ലേ. സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ട് ഈ ലഹരി ഒന്നും കുഴപ്പമില്ല എന്ന് പറയുന്ന, വല്ലപ്പോഴൊക്കെ ഇത് കുടിച്ചാൽ എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ, എപ്പോഴെങ്കിലും ഇത് സിഗരറ്റ് വലിച്ചാൽ എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ, സുഹൃത്തുക്കളെ, ഒരു നാട് തന്നെ നശിച്ചു പോവുകയാണ്, ഒരു വ്യക്തി തന്നെ നശിച്ചു പോവുകയാണ്. സ്വന്തമായി കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന പണത്തിൽ നിന്നും വലിയൊരു പൈസ ഇത്തരം ലഹരി വാങ്ങാൻ വേണ്ടി ഉപയോഗിക്കുമ്പോൾ ഒരു കുടുംബം തന്നെ നശിച്ചു പോവുകയാണ്. അത്തരത്തിലുള്ള ആളുകളുമായി സഹവസിക്കാൻ കഴിയാത്ത രൂപത്തിൽ കുടുംബങ്ങൾ ബുദ്ധിമുട്ടുകയാണ്. ഇതിൻ്റെ എല്ലാം അകമ്പടി ആയിക്കൊണ്ട് യഥാർത്ഥത്തിൽ നമ്മൾ പരിഹാരം നിർദ്ദേശിക്കുന്ന സ്ഥലത്താണ് നമുക്ക് യഥാർത്ഥത്തിൽ മതത്തിൻ്റെ കാഴ്ചപ്പാടുകൾ കടന്നു വരുന്നത്. ഇവിടെ പരിശുദ്ധമായ ഇസ്ലാം കൃത്യമായും പറഞ്ഞു വെച്ചു, ഒരിക്കലും ഒരു മനുഷ്യന് ലഹരിയുടെ ഒരു അടുക്കൽ പോലും പോകാൻ സാധിക്കില്ല അല്ലേ. യാ അയ്യുഹല്ലദീന ആമനൂ ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ. അല്ലേ, അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ ലഹരി വസ്തുക്കളായ ഹംറിൻ്റെ, മദ്യത്തിൻ്റെ അല്ലെങ്കിൽ ലഹരിയുടെ അടുക്കൽ പോലും പോരുതെന്ന് പറഞ്ഞത് അത് പൈശാചികമായ വൃത്തിയാണെന്നാണ്, അത് മനുഷ്യന് പറ്റുന്ന പണിയല്ല എന്നാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇസ്ലാം കൃത്യമായ ഒരു കാഴ്ചപ്പാടൂടെ മുന്നോട്ട് വെച്ചു. പ്രവാചകൻ മുഹമ്മദ് നബിയോട് അദ്ദേഹത്തിൻ്റെ അനുചരന്മാർ ചോദിക്കുന്നുണ്ട്, പ്രവാചകരെ, കുറച്ച് മദ്യം, കുറച്ച് ലഹരി അത് പ്രശ്നമാണ് ചോദിച്ചപ്പോൾ പ്രവാചകന്റെ മറുപടി, ഒരു തരി ലഹരിയാണെങ്കിൽ കൂടി ലഹരിയാണോ അത് ഹറാമാണ്, അത് നിരോധിച്ചതാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ എത്ര കുറച്ചാണെങ്കിലും ലഹരി നമുക്ക് പാടില്ല എന്ന് പഠിപ്പിച്ച മതത്തിൻ്റെ വക്താക്കളാണ് യഥാർത്ഥത്തിൽ ഇവിടെ പരിഹാരം നിർദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പറയാനുള്ളത്, ലഹരി എന്നത് അത് എത്ര കുറവാണെങ്കിലും, അത് എത്ര കുറച്ചാണെങ്കിലും, അത് വല്ലപ്പോഴുമാണെങ്കിലും തെറ്റ് തന്നെയാണ്, തിന്മ തന്നെയാണ്. അത് ഈ നാടിനെ നശിപ്പിച്ച് കളയും. സഹോദരങ്ങളെ, അതിനെതിരെ യഥാർത്ഥത്തിൽ മതപരമായി പോരാടാൻ സാധിക്കുന്ന ആളുകൾ അത്തരത്തിൽ പോരാടണം. രാഷ്ട്രീയപരമായി പോരാടാൻ സാധിക്കുന്ന ആളുകൾ അത്തരത്തിൽ അതിനെതിരെ പോരാടണം. ഇവിടെ സാമൂഹികമായി നടത്താൻ സാധിക്കുന്ന മുന്നേറ്റങ്ങൾക്ക് ഇവിടെയുള്ള നാട്ടുകാരെല്ലാം ചേർന്ന് നിൽക്കണം. അത്തരത്തിൽ നമുക്ക് എല്ലാവർക്കും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ ലഹരിയുമായി ബന്ധപ്പെട്ട വ്യാപനത്തെ തടയാൻ ശ്രമിക്കണമെന്നാണ് ആ ഒരു ഭാഗത്ത് നമുക്ക് സൂചിപ്പിക്കാനുള്ളത്. അതെ, മറ്റൊരു വിഷയം ലഹരിയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ മറ്റൊരു വിഷയം, അടുത്ത ഒരു വിഷയത്തിലേക്ക് നമ്മൾ കടക്കുകയാണെങ്കിൽ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട്, റിലേഷനുകളുമായി ബന്ധപ്പെട്ട്, വ്യക്തിബന്ധങ്ങളുമായി ബന്ധപ്പെട്ട്, കുടുംബ ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്ന് മാറി വരുന്ന ഒരു കാഴ്ചപ്പാടിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യപ്പെടണം എന്ന് വിചാരിക്കുകയാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ ഇത്തരത്തിലുള്ള പബ്ലിക് ഒപ്പീനിയനുകളും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു വിവാഹത്തെ ഒരു അടിച്ചമർത്തലായിക്കൊണ്ട് കാണപ്പെടുന്ന ഒരു പുതിയ തലമുറ, ഒരു പുതിയ ജനറേഷൻ, അങ്ങനെ ഒരു സോഷ്യൽ നെറേറ്റീവ് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവർ അത്തരത്തിലുള്ള പുതിയ വിദ്യാർത്ഥി തലമുറ ഒരു ലിവിങ് ടുഗദറും ബന്ധങ്ങളെക്കുറിച്ചാണ് കൂടുതൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയും കൂടുതൽ അവർ അതിനെ നോക്കിക്കാണുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ഇതിനെ പുൽകിയ പാശ്ചാത്യ രാജ്യങ്ങൾ യഥാർത്ഥത്തിൽ ഇന്ന് അതിൽ നിന്ന് തിരിച്ചു നടന്നുകൊണ്ടിരിക്കുകയും അതിനെതിരെ അതിൻ്റെ കണക്കുകളൊക്കെ എടുത്ത് പരിശോധിച്ചാൽ യഥാർത്ഥത്തിൽ ഗാർഹിക പീഡനവുമായി ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള കണക്കുകൾ നമ്മൾ എടുത്ത് സംസാരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇത്തരം ലിവിങ് ടുഗദർ ബന്ധങ്ങളിലാണ് അതിൻ്റെ ശതമാനങ്ങൾ വളരെ അധികമുള്ളത് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അതുമായി ചേർത്ത് പറയേണ്ട ഒരു കാര്യം, ഈ കുടുംബമാണ് യഥാർത്ഥത്തിൽ ഈ നമ്മുടെ സമൂഹത്തിൻ്റെ ഏറ്റവും ആണിക്കല്ല്, ഏറ്റവും അടിസ്ഥാനം എന്ന് നമ്മൾ സാധാരണയായി പറയാറുണ്ട്. അപ്പോൾ ഇത്തരം കുടുംബ ബന്ധങ്ങൾ തകർക്കുക വഴി യഥാർത്ഥത്തിൽ ഒരു ഉത്തമമായ ഒരു സമൂഹ സൃഷ്ടിപ്പ് തന്നെയാണ് തടയപ്പെടുന്നത് എന്നുള്ളത്, ആ ഒരു ഉൾക്കാഴ്ച ഇല്ലാത്ത ഒരു സമൂഹമായി
നമ്മുടെ പുതുതലമുറ മാറിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഇത്തരം ലിവിങ് ടുഗദർ ബന്ധങ്ങളിൽ യഥാർത്ഥത്തിൽ കുറച്ച് കാലങ്ങൾക്ക് ശേഷം പ്രത്യേകിച്ച് ഒരു കെട്ടുപാടുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് അവരുടെ ആവശ്യം കഴിഞ്ഞാൽ തിരിഞ്ഞു പോവുകയും പിന്നീട് ആ അമ്മയുടെ അടുത്ത് ആ കുട്ടി ഒരു സിംഗിൾ പാരൻറ്റിങ്ങിൽ വളർന്നു വരുന്ന കുട്ടികളിൽ യഥാർത്ഥത്തിൽ അമേരിക്കയിലൊക്കെ നമുക്ക് വാർത്തകൾ കാണാൻ സാധിക്കാറുണ്ട് അല്ലേ? സ്കൂളിൽ കുട്ടി വന്ന് വെടിവെച്ചു. യഥാർത്ഥത്തിൽ പെട്ടെന്നൊരു കുട്ടി അങ്ങനെ തോന്നി ഒരു ദിവസം വന്ന് തോക്കുകൊണ്ട് വിദ്യാർത്ഥികളെ വിദ്യാർത്ഥികളെയൊക്കെ വെടിവെക്കുന്ന ഒരു സാഹചര്യമല്ല. യഥാർത്ഥത്തിൽ അവർ അനുഭവിക്കുന്ന ചെറുപ്പത്തിൽ അവർ അനുഭവിച്ചിട്ടുള്ള ചൂഷണങ്ങളും ചൈൽഡ് ട്രോമയും കാരണം ഉള്ള ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് അത്തരം പഠനങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ ചേർത്ത് വായിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇവിടെയുള്ള രക്ഷിതാക്കൾക്ക് എല്ലാം അറിയുന്ന ഒരു കാര്യമായിരിക്കും, പുതുതലമുറയ്ക്ക് പൊതുവിൽ വിവാഹത്തോടുള്ള താല്പര്യം നഷ്ടപ്പെട്ടിട്ടുണ്ട് അല്ലേ? വിവാഹം വേണ്ട എന്ന് പറയുന്നത് 20ഉം 22ഉം വയസ്സുള്ള മക്കളല്ല, മറിച്ച് 25ഉം 30ഉം വയസ്സായിട്ടും എനിക്ക് വിവാഹം വേണ്ട എന്ന് പറയുന്ന മക്കൾ. യഥാർത്ഥത്തിൽ അത് അവരുടെ ഇഷ്ടമല്ലേ എന്നത് ശരിയാണ്, അവരുടെ എല്ലാവരുടെയും സ്വന്തം കാര്യം തന്നെയാണത്. പക്ഷേ സഹോദരങ്ങളെ, സമൂഹത്തിലെ എല്ലാ കുട്ടികൾക്കും ഒരുപോലെ വിവാഹം വേണ്ട എന്ന് തോന്നണമെങ്കിൽ അതിന് ചില കാരണങ്ങൾ ഇവിടെയുണ്ട്. അവിടെയാണ് യഥാർത്ഥത്തിൽ വിവാഹത്തോടുള്ള കുട്ടികളുടെ വിരക്തിയുടെ കാരണം പരിശോധിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ പുതിയതായി കടന്നു വന്ന പല ആശയങ്ങളെയും നമ്മൾ പഠിക്കുന്നത്. ഇവിടെ ഫെമിനിസം എന്ന് പറഞ്ഞ് കടന്നു വന്ന ആശയം സ്ത്രീകൾക്ക് വേണ്ടിയുള്ള അവകാശത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ് എന്ന് അവർ പറയുമെങ്കിലും യഥാർത്ഥത്തിൽ സ്ത്രീത്വത്തെ തന്നെ നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ചെറിയൊരു ഉദാഹരണം മാത്രം പറയാം. നമ്മുടെ മക്കൾ പൊതുവിൽ വിവാഹത്തെക്കുറിച്ച് പറയാറുള്ളൊരു വർത്തമാനം, വിവാഹം എന്ന കൺസെപ്റ്റിനുള്ളിൽ കുറേ പ്രശ്നങ്ങളുണ്ട്. വിവാഹം എന്ന് പറയുമ്പോൾ അതിനുള്ളിൽ പരസ്പരമുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള തർക്കങ്ങളും പ്രശ്നങ്ങളുമുണ്ട്. സ്വാഭാവികമായും തർക്കങ്ങളും പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുകയായിരുന്നു വേണ്ടത്. എന്നാൽ നമ്മുടെ മക്കൾ തെറ്റായ ഒരു പരിഹാരത്തിലേക്ക് എത്തി. അതെന്താണെന്നറിയോ? വിവാഹം തന്നെ വേണ്ട, കുടുംബം തന്നെ വേണ്ട. അപ്പോൾ കുടുംബവും വിവാഹവും വേണ്ട എന്ന ചിന്തയിലേക്ക് അവരെ എത്തിക്കാൻ കാരണക്കാരായ ചില ആളുകളെ കൂടി നമ്മൾ കൃത്യമായി ഇവിടെ പഠിക്കേണ്ടതുണ്ട്. കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു സഞ്ചാരി, ഒരുപക്ഷെ നമ്മുടെ മുമ്പിലുള്ള എല്ലാവർക്കും അറിയുന്ന ഒരാളായിരിക്കും സന്തോഷ് ജോർജ് കുളങ്ങര. അദ്ദേഹം കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു സഞ്ചാരിയാണ്. അദ്ദേഹത്തിന് ആ ഒരു വിഷയത്തിൽ നമുക്ക് യാതൊരു എതിർപ്പുമില്ല. പക്ഷേ അതിനപ്പുറത്തേക്ക് അദ്ദേഹം പറഞ്ഞ ചില പുരോഗമനത്തിൻ്റെ വർത്തമാനങ്ങളുണ്ട്. അദ്ദേഹം വിവാഹത്തെക്കുറിച്ച് അയാൾ പറയുന്ന ഒരു കാഴ്ചപ്പാട് നമുക്കൊന്ന് കേൾക്കാം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇനി എനിക്ക് വിവാഹം കഴിക്കുക എന്ന ഒരു കാര്യം താല്പര്യമില്ല നിൽക്കട്ടെ, എനിക്കൊരു ഭാര്യയെ കൂടെ കൊണ്ടുനടക്കാനോ പോറ്റാനോ ഉള്ളൊരു ചുറ്റുപാടില്ല, ഞാനൊരു വിവാഹത്തിന് തയ്യാറല്ല. പക്ഷേ എനിക്ക് സെക്സ് ആവശ്യമായിട്ട് വരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യാൻ പറയും? ശരിയാണ്, അതിന് ഒരു സാഹചര്യമില്ല. സൊല്യൂഷൻ ഫോർ ദാറ്റ് വേണ്ടേ? എനിക്ക് വിവാഹം കഴിക്കാനോ ഒരു ഭാര്യയെ പോറ്റാനോ എനിക്കൊരു ഭാര്യയെ പെണ്ണ് തരാനോ ഒരാളില്ലെന്ന് വിചാരിക്കും. എന്റെ ചില പ്രത്യേക സ്വഭാവം ഉണ്ടാവാം, എന്റെ ചില പ്രത്യേക ശാരീരിക പ്രത്യേകത ഉണ്ടാവാം, ചില എന്ത് കാരണമാട്ടെ, എന്റെ സാമ്പത്തിക അവസ്ഥ വെച്ചിട്ടാവാം എനിക്ക് ഒരു സ്ത്രീ ഒരു ഭാര്യയെ കിട്ടാൻ ഞാനൊരു ഓക്കെ. എന്താ അദ്ദേഹം പറഞ്ഞറിയോ? എനിക്ക് വിവാഹത്തിനോട് താല്പര്യമില്ല എന്ന് വിചാരിക്കുക, എനിക്ക് ഒരു ഭാര്യയെ പോറ്റാൻ താല്പര്യമില്ല എന്ന് വിചാരിക്കുക, പക്ഷേ എനിക്ക് ലൈംഗികമായ ആവശ്യങ്ങളുണ്ട്, അത് നിറവേറ്റും വേണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? വിവാഹമല്ലാത്തൊരു പരിഹാരം വേണപ്പോൾ. അപ്പോൾ അല്ലേ? അതെ, ഒരു വിവാഹമില്ലാതെ എങ്ങനെ എനിക്ക് ഒരു പെൺകുട്ടിയെ കിട്ടുമെന്ന ചിന്തയിൽ നിന്നുമാണ് യഥാർത്ഥത്തിൽ ഇത്തരം ലിവ് ഇൻ റിലേഷൻ എന്ന് പറയുന്ന വിവാഹമില്ലാതെ പരസ്പരം ബന്ധം സ്ഥാപിക്കുന്ന ചിത്രങ്ങളിലേക്ക് നമ്മൾ എത്തുന്നത്. ഇത് നമ്മുടെ നാട്ടിൽ അത് വ്യാപകമായി മാറിയിരിക്കുന്നു. നമ്മുടെ അടുത്തുള്ള കോളേജുകളിലെല്ലാം യഥാർത്ഥത്തിൽ ഈ കോളേജ് പരിസരത്തേക്ക് എത്തുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും പ്രണയം എന്ന പേരിൽ ആദ്യം നമ്മൾ പറഞ്ഞിരുന്ന ഒരു തിന്മ, ആ പ്രണയം ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് വിവാഹമില്ലാതെ തങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെടാമെന്ന അവസ്ഥയിലേക്കാണ്. ഭാര്യ ഭർത്താക്കന്മാരെ പോലെ വിവാഹമില്ലാതെ നമ്മുടെ മക്കൾ പരസ്പരം ഒന്നിച്ചു ചേരുന്ന അവസ്ഥയിലേക്ക് ഇന്ന് നമ്മുടെ നാടെത്തിയിരിക്കുന്നു. അത്രയും വലിയ അപകടത്തിലേക്ക് എത്താനുള്ള കാരണം ഇതിനെ നിസ്സാരവൽക്കരിക്കുന്നത് തന്നെയാണ് സുഹൃത്തുക്കളെ. ഇവിടെയുള്ള ഒരാൾക്കും, എൻ്റെ മുമ്പിലിരിക്കുന്ന രക്ഷിതാക്കൾക്കെല്ലാം അറിയാം, വിവാഹം എന്ന കുടുംബം എന്ന സമൂഹത്തിൻ്റെ അടിസ്ഥാന ശില, ഭാര്യയും ഭർത്താവും മക്കളും അടങ്ങുന്ന സുന്ദരമായ ഒരു കുടുംബജീവിതം, അത് സ്വപ്നം കാണുന്നതിന് പകരം ഇത്തരത്തിൽ കുടുംബവും വിവാഹവും ഒന്നും വേണ്ട എന്നും ഞങ്ങൾക്ക് സ്വാതന്ത്ര്യത്തോടു കൂടി ആരുമായും ബന്ധം സ്ഥാപിക്കാൻ പറ്റണമെന്നും പറയുന്ന വാദഗതിയുടെ ഒരു പരിണിത ഫലം കൂടി നമ്മൾ ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതുണ്ട്. പക്ഷേ എന്താണ് ഇന്ന് സംഭവിക്കുന്നത് വെച്ചാൽ എല്ലാവർക്കും ഇത് തുറന്നു പറയണമെന്നുണ്ട്. പക്ഷേ ഞാൻ മോശക്കാരനായി പോകുമോ അതല്ലെങ്കിൽ ഒരു പഴഞ്ചനായി പോകുമോ എന്നുള്ളൊരു പേടി കാരണം ആരും തുറന്നു പറയുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ വസ്തുത. അല്ലേ? ഒരു കാര്യം മാത്രം, ഇവിടെ വിവാഹം വേണ്ടാന്ന് മക്കൾ പറയുമ്പോൾ ഇപ്പോഴത്തെ അറിയാതെ പോലെ രക്ഷിതാക്കൾ പറയുന്നത് അറിയോ? ഇപ്പോഴത്തെ കുട്ടികളല്ലേ, പണ്ടത്തെ കാലമൊന്നുമല്ലോ, ഇപ്പം കുട്ടികൾ വിവാഹം വേണ്ടാന്നൊക്കെ പറഞ്ഞ് നടക്കണില്ല, ഇതിലിപ്പോൾ എന്താ പ്രശ്നം എന്നാണ് ചോദിക്കുന്നത്. അതിൻ്റെ പ്രശ്നം കൂടി നമ്മളൊന്ന് വായിക്കണം എന്നുള്ളതാണ്.
യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു പ്രശ്നം പിന്നീടുള്ള കാലഘട്ടത്തിലേക്ക് ഒരു സമൂഹ സൃഷ്ടിപ്പിലേക്ക് പിന്നീട് അത് പോവാതിരിക്കുകയും ഒരുപാട് ഇത്തരം കുറ്റകൃത്യങ്ങൾ അടങ്ങിയ ഒരു സിംഗിൾ പാരൻറ്റിങ്ങിലൂടെ ഉയർന്നു വരുന്ന വിദ്യാർത്ഥികൾ സമൂഹത്തിൽ പരിക്കേൽപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. എന്നാൽ ഇത്തരം ലിവിങ് ടുഗദർ ബന്ധങ്ങൾ അതിൽ മാത്രം അവസാനിക്കില്ല എന്നുള്ളത് നമ്മൾ നിർബന്ധമായും കാണേണ്ടതാണ് അല്ലേ. യഥാർത്ഥത്തിൽ വിവാഹം എന്ന് പറയുന്നത് ഒരു പുരുഷനും സ്ത്രീയും തമ്മിൽ ഒന്നിച്ചു ചേരുന്ന ഒരു ബന്ധമാണ്. അത് ലിവിങ് ടുഗദറിലേക്ക് മാറിയപ്പോൾ ലിവിങ് ടുഗദറിൽ പുരുഷനും സ്ത്രീയും ആണും പെണ്ണും എന്നുള്ളതിൽ നിന്ന് മാറി ഇന്ന് പുതിയ നെറേറ്റീവുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ കേൾക്കുന്നുണ്ടാവും അല്ലേ, LGBTQI++. എന്തിനാണ് ഒരു പുരുഷൻ സ്ത്രീയെ തന്നെ വിവാഹം കഴിക്കുന്നത്, ഒരു സ്ത്രീ പുരുഷനെ തന്നെ വിവാഹം കഴിക്കുന്നത്? എനിക്ക് എൻ്റെ സെക്ഷൽ ഓറിയൻറ്റേഷൻ, എൻ്റെ തോന്നൽ എനിക്കൊരു പുരുഷനോടാണ് ആകർഷണീയത തോന്നുന്നത്, ഒരു സ്ത്രീക്ക് ഒരു സ്ത്രീയോടാണ് ആകർഷണീയത തോന്നുന്നത്, ഞങ്ങൾക്ക് അങ്ങനെ ജീവിക്കാനാണ് ഇഷ്ടം, ഞങ്ങളുടെ സെക്ഷൽ ഓറിയൻറ്റേഷൻ അങ്ങനെയാണ് എന്നുള്ള ഒരൊറ്റ ന്യായം, ആ തോന്നലിൽ അങ്ങനെ ബന്ധങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് അതൊരു അവകാശമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പുതുതലമുറയെ കൂടി നമ്മുടെ സമൂഹത്തിൽ ചുറ്റുപാടും കാണുന്നുണ്ട്. അതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ അതിൽ ചേർത്ത് വായിക്കേണ്ടത് LGBTQI++. ആ ++ൽ എന്തൊക്കെ പെടും എന്നുള്ളതാണ്. ഇപ്പോൾ LGBTQയിൽ നിന്ന് പോയി അത് 70ആയി, അത് 100ആയി, അത് 200ആയി, ഏകദേശം 300ൻ്റെ അടുത്ത് 300ലേക്കാളേറെ ജെൻഡറുകളിലേക്ക് അത് മാറിയിട്ടുണ്ട്. എത്രത്തോളം എന്ന് വെച്ചാൽ നമുക്കൊക്കെ കേട്ടാൽ വിശ്വസിക്കുവാൻ മടി തോന്നുമാറ്, അതല്ലെങ്കിൽ വിശ്വസിക്കുവാൻ പ്രയാസമുള്ള കാര്യങ്ങളിലേക്ക് അത് എത്തിയിട്ടുണ്ട്. പാശ്ചാത്യ നാടുകളിൽ സ്വയം ഞാനൊരു നായയാണ്, എൻ്റെ സെക്ഷൽ ഓറിയൻറ്റേഷൻ നായയുടേതാണ്, എനിക്ക് അങ്ങനെ ജീവിക്കാൻ അവകാശം വേണം, എനിക്ക് അങ്ങനെ ജീവിക്കണം, അത് നിങ്ങൾ അംഗീകരിച്ചു തരണം എന്ന് പറയുന്ന ഒരുപാട് കാര്യങ്ങൾ, അത്തരം വീഡിയോ ക്ലിപ്പുകളൊക്കെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വളരെ പ്രചാരം നേടിയിരുന്നു. അവിടെയാണ് യഥാർത്ഥത്തിൽ വിവാഹം എന്ന കുടുംബജീവിതം എന്ന ഒരു സിസ്റ്റം, ഒരു സംവിധാനം ഇവിടെ ഇല്ലാതായി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അപകടം നമ്മൾ മനസ്സിലാക്കേണ്ടത്. സഹോദരങ്ങളെ, കഴിഞ്ഞ ഒരു 2 മാസത്തിനടുത്താണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് എന്ന ഒരു വലിയ റിപ്പോർട്ട് നമ്മുടെ നാട്ടിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടത്. കേരള സർക്കാർ മുന്നിൽ വെച്ചുകൊണ്ട് കേരള സർക്കാർ നേതൃത്വത്തിൽ നടത്തപ്പെട്ട ആ ഒരു കണക്കെടുപ്പിൽ യഥാർത്ഥത്തിൽ നമ്മൾ പഠിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെയുള്ള സിനിമാ രംഗങ്ങളിൽ തന്നെ നമ്മളെല്ലാം ഭയങ്കര സംഭവമാണെന്ന് പറയുന്ന സെലിബ്രിറ്റി സ്റ്റാറുകൾ അല്ലേ, ഓരോ സിനിമയിലും നായകന്മാരും നായികമാരും അടക്കുന്ന ഈ സിനിമാ മേഖലയിൽ മാത്രം ഭയങ്കര പുരോഗമനമാണ്, മതമില്ലാത്ത ലോകമാണ് അല്ലേ, മതം വേണ്ടാത്ത ലോകമാണെന്നെല്ലാം പറയുന്ന ആളുകൾ തന്നെ അവസാനം പുറത്തുവിട്ട കണക്കനുസരിച്ചിട്ട് രാത്രി ഒരാളുടെ റൂമിൽ മുട്ടി ചെന്ന് കയറാൻ പറ്റാത്ത അത്രയും അപകടം പിടിച്ച അവസ്ഥയിലേക്ക് നമ്മുടെ നാടെത്തിയിരിക്കുന്നു. ഒരു സ്ത്രീക്ക് ഏത് വസ്ത്രം വേണമെങ്കിൽ ധരിക്കണമെന്ന് ഭയങ്കരമായ വാദഗതികളായിരുന്നു. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ചർച്ചയാണ്. എന്താണെന്നറിയോ, ഒരു സ്ത്രീ വസ്ത്രം ധരിച്ചു, മറ്റൊരാൾ അതിനെപ്പറ്റി കമൻറ്റ് പറഞ്ഞു, അഭിപ്രായം പറഞ്ഞു. പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ പറഞ്ഞത് ദ്വയാർത്ഥമാണ് എന്നാണ്, ഡബിൾ മീനിങ് ആണ് എന്നാണ്. ചുരുക്കത്തിൽ പ്രശ്നം എന്താണെന്നറിയോ, സ്ത്രീ തങ്ങളുടെ വസ്ത്രധാരണത്തിൽ പാലിക്കേണ്ട മാന്യത പാലിച്ചിട്ടുമില്ല, ആ പുരുഷൻ തൻ്റെ വർത്തമാനത്തിലും കണ്ണിലും പാലിക്കേണ്ട മാന്യത പാലിച്ചിട്ടുമില്ല. രണ്ടുപേരും ഒരുപോലെ കുറ്റക്കാരാണ് എന്ന് മാത്രമല്ല, യഥാർത്ഥത്തിൽ ഇത്തരം അപകടങ്ങളിലേക്ക് ചെന്നെത്തിക്കുന്നത് കൃത്യമായ നിയമങ്ങളോ നിർദ്ദേശങ്ങളോ ഇല്ലാത്തൊരു ലോകം വേണമെന്നും അത് സ്വാതന്ത്ര്യമാണ് എന്നും പറഞ്ഞെത്തിക്കുന്ന ആളുകൾ തന്നെയാണ്. ഒരു കാര്യം കൂടി ചേർത്ത് വായിക്കാം. നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ മക്കൾ കോളേജിലെത്തി പ്രണയത്തിൻ്റെ പേരിൽ നടത്തുന്ന ബന്ധങ്ങൾ, അതിൻ്റെ ഏറ്റവും അവസാനം ഉണ്ടാവുന്ന അപകടം എന്ന് പറയുന്നത് അബോർഷനാണ്. അബോർഷൻ, ഗർഭസ്ഥ ശിശുവിനെ കൊന്നുകളയുക അല്ലേ. അവിഹിതമായ ബന്ധങ്ങളിൽ ഏർപ്പെട്ട് കുട്ടികൾ ജനിക്കാൻ കാരണമാവുമ്പോൾ ആ കുട്ടികളെ വയറ്റിൽ വെച്ച് തന്നെ ക്രൂരമായി കൊന്നുകളയുന്ന ഏർപ്പാട് പണ്ട് പാശ്ചാത്യ നാടുകളിലാണ് കണ്ടതെങ്കിൽ ഇന്ന് നമ്മുടെ നാട്ടിൽ കേൾക്കുന്നു. കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു ഡോക്ടർ ആ ഒരു അനുഭവം പറഞ്ഞ് നിങ്ങളൊന്ന് കേട്ടു നോക്കുക. ഇഷ്ടംപോലെ കുട്ടികൾ അൺമാരിഡ് ആയിട്ട് ഇപ്പം അബോർഷന് വരുന്നുണ്ട്. പണ്ട് ഇതുപോലെയൊന്നും അല്ല. ഇപ്പം 18 വയസ്സ് 19 വയസ്സിലൊക്കെയാണ് അവർ അബോർഷന് വേണ്ടിയിട്ട് വരുന്നത്. അപ്പം ആസ് എ ഡോക്ടർ എനിക്കത് ഇല്ല, ഞങ്ങൾക്കത് ചെയ്യാൻ പറ്റൂല, അങ്ങനെ പറയാൻ പറ്റത്തില്ല. ബിക്കോസ് പ്രായപൂർത്തിയായ ഒരാളാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു അല്ലേ, പ്രായപൂർത്തിയായ ഒരാളാണെങ്കിൽ എന്തുമാവാമെന്ന ന്യായീകരണത്തിൻ്റെ അപ്പുറത്ത് നടന്ന വസ്തുതയാണിത്. സുഹൃത്തുക്കളെ, തങ്ങളുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഭയങ്കരമായി പ്രഘോഷിക്കുന്ന ആളുകൾ തന്നെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ തയ്യാറല്ല. അവകാശങ്ങളെക്കുറിച്ച് ഘോരഘോരം സംസാരിക്കും. എനിക്ക് അത് ചെയ്യാൻ സ്വാതന്ത്ര്യം വേണം, ഇത് ചെയ്യാൻ സ്വാതന്ത്ര്യം വേണം, പാൻറ് ഇടാനും ഷർട്ട് ഇടാനും സ്വാതന്ത്ര്യം വേണം, ഞാനിനി എനിക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടും, ഒക്കെ പറയാം, സമ്മതിക്കാം. പക്ഷേ അവസാനം ചെന്നെത്തുന്ന ഇത്തരം അപകടങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്തം മാത്രം ആരും ഏറ്റെടുക്കില്ല. ആ ഡോക്ടർ പറഞ്ഞത് 18-19 വയസ്സുള്ള നമ്മുടെ
നാട്ടിലെ മക്കൾ ഇന്ന് ഗർഭസ്ഥരായി മാറുന്നു. അബോർഷൻ കേസുകൾ വർദ്ധിക്കുന്നു. സുഹൃത്തുക്കളെ, നമ്മുടെ ഏറ്റവും അടുത്തുള്ള പെരിന്തൽമണ്ണ അങ്ങാടിയിലെ ഹോസ്പിറ്റലുകളിലെ ഡോക്ടർമാരോട് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാവുന്ന വസ്തുത നമ്മുടെ നാട്ടിലടക്കം ഇത് വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ ഒരു അപകടത്തെ തിരിച്ചറിയാൻ നമുക്ക് സാധിച്ചേ മതിയാവുകയുള്ളൂ. കുടുംബം, വിവാഹം എന്ന് പറയുന്ന പവിത്രമായ അത്തരത്തിലുള്ള ബന്ധങ്ങളെ ഇല്ലാതാക്കുന്നത് വഴി ഈ നാട് നാശത്തിലേക്കാണ് അടുക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞേ മതിയാവുകയുള്ളൂ. യഥാർത്ഥത്തിൽ ഇതിൻ്റെയൊക്കെ ഒരു അടിസ്ഥാനം കിടക്കുന്നത് ശരി തെറ്റുകൾ ആരാണ് നിർവചിക്കേണ്ടത്, ഒരു കാര്യം ശരിയാണ് ഒരു കാര്യം തെറ്റാണോ എന്നുള്ളത് ആരാണ് പറയേണ്ടത്, അതിൻ്റെ അടിസ്ഥാനം എന്താണ് എന്നുള്ളതിൽ ഒരു അടിസ്ഥാന ചോദ്യത്തിലേക്കാണ് യഥാർത്ഥത്തിൽ ഏതൊരു വിഷയം നമ്മൾ എടുക്കുമ്പോഴും അത് കൊണ്ടുചെന്ന് എത്തുന്നത്. അതിന് യഥാർത്ഥത്തിൽ ഒരു ഉത്തരം കണ്ടെത്തുമ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ ഇത്തരം പ്രശ്നങ്ങൾക്കുള്ള യഥാർത്ഥത്തിലുള്ള പരിഹാരം എന്താണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിനെ നേരിടേണ്ടത് എന്നുള്ളൊരു വിഷയത്തിൽ കൃത്യമായൊരു കാഴ്ചപ്പാട് നമ്മുടെ സമൂഹത്തിലെ നമ്മുടെ വ്യക്തികൾക്ക്, രക്ഷിതാക്കൾക്കൊക്കെയും ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കുകയുള്ളൂ. അതിന് ഇത്തരം ലിബറൽ താന്തോന്നികളായിട്ടുള്ള തങ്ങൾക്ക് തോന്നുന്നതൊക്കെ ശരിയാണ്, ചെയ്യാം എന്ന് ധീരെ ധീരെ പ്രസംഗിക്കുന്ന ആളുകൾ പറയുന്ന പല ന്യായീകരണങ്ങൾ നമുക്ക് കേൾക്കുവാൻ സാധിക്കുന്നത് ഒന്ന് ഇൻഡിവിജ്വലിസമാണ്, വ്യക്തി കേന്ദ്രീകൃതവാദം എന്ന് മലയാളത്തിൽ പറയാവുന്ന ഒരു വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം എന്താണോ നൽകുന്നത് അതൊക്കെ ശരിയാണ്, അത് മറ്റുള്ളവരെ പ്രയാസപ്പെടുത്തിയാലും അവനത് ശരിയാണ്, അവൻ ആ കാര്യം ചെയ്യുമ്പോൾ ഇഷ്ടമാണ്, അവനത് ആഹ്ലാദം നൽകുന്നുണ്ടെങ്കിൽ അതൊക്കെ ശരിയാണ് എന്നുള്ളൊരു വാദം. അതാണ് യഥാർത്ഥത്തിൽ ഇൻഡിവിജ്വലിസം. ഇതൊക്കെ അവർ ഇൻഡിവിജ്വലിസം പഠിച്ചുകൊണ്ടാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് പറയുവാൻ സാധിക്കില്ല. കാരണം നമ്മൾ പോലും അറിയാതെ നമ്മൾ ഇതിൻ്റെയൊക്കെ അടിമകളായിക്കൊണ്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് യഥാർത്ഥത്തിലുള്ളത്. അതുപോലെ തന്നെ മറ്റൊന്നാണ്, ബാക്കിയുള്ള ആളുകൾക്ക് പ്രയാസം ഉണ്ടാക്കുന്നില്ലെങ്കിൽ, അല്ലേ, ബാക്കിയുള്ള ആളുകൾക്ക് ഹാം ചെയ്യുന്നില്ലെങ്കിൽ അതൊക്കെ ശരിയാണ്, അതൊന്നും പ്രശ്നമില്ല. അതല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പ്ലഷർ നൽകുന്നത് എന്താണോ അതൊക്കെ ശരിയാണ് എന്ന് പറയുന്ന യൂട്ടിലിറ്റേറിയനിസം, അതുപോലെ തന്നെ ഹാം പ്രിൻസിപ്പിൾ തുടങ്ങി ചില വാദങ്ങളാണ് ഇവർ ശരി തെറ്റുകളുടെ മാനദണ്ഡമായി കൊണ്ട് ഉയർത്താറുള്ളത്. എന്നാൽ ഇതൊന്നും ശരിയല്ല എന്നുള്ളതാണ് നമ്മുടെ കണക്കുകൾ വെച്ച് സംസാരിക്കുമ്പോൾ, അതല്ലെങ്കിൽ ഈ സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് ഇതിനൊക്കെ ഉള്ളൊരു യഥാർത്ഥത്തിലുള്ളൊരു പരിഹാരം എന്നുള്ളൊരു ചർച്ചയിലേക്ക് കൂടി നമ്മൾ പോകേണ്ടതുണ്ട്. തീർച്ചയായും ഈ ലോകത്ത് അനീതിയും അല്ലെങ്കിൽ അക്രമങ്ങൾ നേരിടുന്ന ഒട്ടനവധി ആളുകളുണ്ട്. സഹോദരങ്ങളെ, ഇന്ന് ഫലസ്തീൻ ഇസ്രായേലുമായി ബന്ധപ്പെട്ട വലിയ ചർച്ചകൾ നമ്മുടെ മാധ്യമ ലോകത്തുണ്ട്. ഇസ്രായേൽ എന്ന ക്രൂരമായ രാഷ്ട്രം, ഇസ്രായേൽ എന്ന നരഭോജികളായ രാഷ്ട്രം, അവർ ഫലസ്തീനികൾക്ക് നേരെ ഉണ്ടാക്കുന്ന അതിക്രമങ്ങളുടെ കണക്കുകൾ നമ്മൾ കാണുന്നുണ്ട്. കശ്മീരിൽ നമ്മളത് കാണുന്നുണ്ട്, മണിപ്പൂരിൽ നമ്മളത് കാണുന്നുണ്ട്, അമേരിക്കയിൽ നമ്മളത് കാണുന്നുണ്ട്. ഓരോ രാജ്യങ്ങളിലും അടിച്ചമർത്തപ്പെടുന്ന ജനവിഭാഗങ്ങളെ കുറിച്ച് നമ്മൾ കേൾക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലടക്കം ഏതാനും വർഷങ്ങൾക്ക് മുൻപാണ് നമ്മൾ CAA NRC എന്ന പേരിൽ വലിയ സമരങ്ങൾ നടത്തിയത്. ഇവിടെയുള്ള രക്ഷിതാക്കൾക്കെല്ലാം ഓർമ്മയുണ്ടാവും. മഹല്ലുകൾ കേന്ദ്രീകരിച്ച്, അതല്ലാതെ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ നമ്മൾ CAA NRC എന്ന പേരിൽ വലിയ സമരങ്ങൾ നടത്തി. എന്തായിരുന്നു ഇതിന് കാരണം? അടിച്ചമർത്തപ്പെടുന്ന സമൂഹങ്ങൾക്ക് നീതി ലഭിക്കണമെന്നതാണ്. എന്നാൽ യഥാർത്ഥ നീതി എവിടെ നിന്ന് ലഭിക്കുമെന്ന ചോദ്യം വളരെ അടിസ്ഥാനപരമായ ചോദ്യമാണ്. രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ നമ്മുടെ നാട്ടിൽ, വാർദ്ധക്യം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട്, അല്ലേ? ഇവർക്കെല്ലാം യഥാർത്ഥത്തിൽ മരണത്തോടു കൂടി ഈ ലോകം അവസാനിക്കുമെങ്കിൽ പിന്നെ സഹോദരങ്ങളെ എവിടെയാണ് നീതി ലഭിക്കുക? അവിടെയാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം പറഞ്ഞു വെക്കുന്നത്, മരണത്തോടു കൂടി ജീവിതം അവസാനിക്കുന്നില്ല. ഒരു മനുഷ്യൻ മരിച്ച് മണ്ണടിഞ്ഞു കഴിഞ്ഞാലും, പുണ്യതീർത്ഥങ്ങളിൽ ഒഴുക്കപ്പെട്ടാലും, കുഴിമാടങ്ങളിൽ അടക്കപ്പെട്ടാലും അവൻ്റെ ജീവിതം അവസാനിക്കുന്നില്ല. മറിച്ച് ജീവിതത്തിന് ഇനിയും മുന്നോട്ട് പോകാനുണ്ട് എന്നും പരലോകത്ത് പാരത്രിക ജീവിതത്തിൽ നന്മ തിന്മകൾ കൃത്യമായും അളന്നു തൂക്കിക്കൊണ്ട് ഞങ്ങളുടെ രക്ഷിതാവായ റബ്ബ് നമ്മുടെ കൃത്യമായ വിചാരണ ചെയ്യുമെന്നുള്ള ഒരു കൺസെപ്റ്റ് ഇസ്ലാം പറയുന്നത്. സുഹൃത്തുക്കളെ, യഥാർത്ഥത്തിൽ പരലോകം എന്ന ചിന്തയില്ലാത്ത ഏതൊരു ആശയത്തിനും ഈ ഭൂമി ലോകത്ത് നിലനിൽക്കാൻ സാധിക്കുകയില്ല. കാരണം ഈ ലോകത്ത് ഒരു കുട്ടി ജനിച്ചു വീഴുമ്പോൾ അവരുടെ അംഗവൈകല്യം കൊണ്ട് ജനിച്ചു വീണാൽ ആരാണ് അതിൻ്റെ കുറ്റക്കാരൻ? ഒരു രോഗം കൊണ്ട് ബുദ്ധിമുട്ടിയാൽ സുഹൃത്തുക്കളെ, ഒരു ടെസ്റ്റ് നടത്തി കഴിഞ്ഞാൽ എത്രത്തോളം രോഗങ്ങളുടെ ലിസ്റ്റാണ് നമ്മുടെ മുമ്പിൽ കിട്ടുന്നത്. യാതൊരു കുഴപ്പമില്ലാത്ത ആളുകൾ കുഴഞ്ഞു വീണ് മരിക്കുന്ന കഥകൾ നമ്മൾ എത്രയാണ് കേൾക്കുന്നത്. ഇത്തരത്തിൽ ജീവിതത്തിൽ ഒരുപാട് പ്രതീക്ഷകളും ആശകളും വെക്കുന്നതിനിടയ്ക്ക് തന്നെ ഒരു സഡൻ അറ്റാക്ക് ആയിക്കൊണ്ട് നമ്മുടെ മുമ്പിൽ വരുന്ന ഇത്തരം പ്രതിസന്ധികൾ നമ്മൾ വായിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഈ ജീവിതത്തിൽ നന്മകൾ ചെയ്ത് ജീവിക്കുന്ന ആളുകൾക്ക് പുണ്യം ലഭിക്കേണ്ടതുണ്ട്, അല്ലേ? കഷ്ടപ്പെട്ട് ജീവിച്ച് നന്മകളിൽ മുഴുകുന്ന ആളുകളുണ്ട്, എന്നാൽ അപ്പുറത്ത് പലിശ കൊണ്ട് മാത്രം ജീവിക്കുന്ന ആളുകളുണ്ട്. എല്ലാ ദിവസവും കൂലിപ്പണി എടുത്ത് അധ്വാനിച്ച് ജീവിക്കുന്ന മനുഷ്യർ ഇവിടെ പലിശ വേണ്ട എന്ന് വെക്കുമ്പോൾ പലിശ കൊണ്ട് മാത്രം, കൊള്ളപ്പണം കൊണ്ട് മാത്രം ജീവിക്കുന്ന ആളുകൾ അപ്പുറത്തുണ്ട്. ആരാണ് ഈ നന്മകളെയും തിന്മകളെയും വേർതിരിക്കുക?
ആരാണ് ഈ അധ്വാനിച്ച് ജീവിക്കുന്ന മനുഷ്യന് പുണ്യം നൽകുകയും ഈ പലിശ കൊണ്ടും കൊള്ള കൊണ്ട് ജീവിക്കുന്ന ആളുകൾക്ക് ശിക്ഷ നൽകുകയും ചെയ്യുക? അവിടെയാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം പറഞ്ഞു വെക്കുന്നത് മരണാനന്തരം നമ്മൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക തന്നെ ചെയ്യും. അവിടെ എല്ലുകൾ നുരുമ്പിപ്പോകുന്ന മണ്ണിലടിഞ്ഞു പോയ മരണാനന്തരമുള്ള നമ്മുടെ ജീവിതത്തിനപ്പുറത്തേക്ക് ആ ഒരു ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രപഞ്ച സൃഷ്ടാവായ നാഥൻ അവൻ നമ്മളെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് നന്മ തിന്മകളെ കൃത്യമായി വിവച്ഛേദിച്ച് സ്വർഗ്ഗ നരകങ്ങളിലേക്ക് നമ്മളെ എത്തിക്കുമെന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ കൃത്യമായി നമ്മൾ പറഞ്ഞു വെക്കുന്നു, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ലഹരി തെറ്റാണോ എന്ന് ചോദിച്ചാൽ അത് എനിക്ക് തെറ്റാണ് എന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. അത് മറ്റൊരാൾക്ക് നന്മയായേക്കാം. മോഷ്ടിക്കുന്ന ആൾക്ക് മോഷണം ഓക്കെയാണ്, പക്ഷേ മോഷ്ടിക്കപ്പെടുന്ന ആൾക്ക് അതൊരിക്കലും ഓക്കെ അല്ല, അത് ശരിയല്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ഇങ്ങനെ നന്മകളെയും തിന്മകളെയും വിവക്ഷയ്ക്ക് അപ്പുറത്തേക്ക് കൃത്യമായി നന്മയും തിന്മയും നമുക്ക് പറഞ്ഞു തരാൻ സാധിക്കുക പ്രപഞ്ച സൃഷ്ടാവായ റബ്ബിന് തന്നെയാണ്. ഇസ്ലാം പഠിപ്പിക്കുന്ന അള്ളാഹു എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മലയാളത്തിൽ ദൈവം എന്ന് പറയുന്ന സൃഷ്ടാവിന് തന്നെയാണ്. ഇവിടെ ഏകനായി മനുഷ്യരെ എല്ലാവരെയും സൃഷ്ടിച്ച ഒരു സൃഷ്ടാവിലേക്കാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം എല്ലാവരെയും വിളിക്കുന്നത്. ആ സൃഷ്ടാവിനെ സംബന്ധിച്ചിടത്തോളം അവൻ മനുഷ്യ ജീവിതത്തിൽ മൊത്തം നൽകിയ മാർഗനിർദ്ദേശമാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധ ഖുർആൻ. ഖുർആൻ വളരെ കൃത്യമായി ഈ ഓരോ തിന്മകളെ കുറിച്ചും പറഞ്ഞു. വലാ തഅക്കുലു റിബ, നിങ്ങൾ പലിശ ഭുജിക്കരുത്, നിങ്ങൾ പലിശയോട് അടുക്കരുത്. എത്ര ബുദ്ധിമുട്ടിയാലും ജീവിതം അറ്റത്തെത്തിയാലും നെല്ലിപ്പലകയുടെ ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടാലും യഥാർത്ഥത്തിൽ നിങ്ങൾ പലിശയിൽ സമീപിച്ചു പോകരുത്. ബാങ്കിൽ നിങ്ങൾ ലോൺ എടുക്കരുത്. വ്യഭിചാരം നിങ്ങൾ അടുത്ത് പോരുത് അല്ലേ. വലാ തഖ്റബു സിന എന്ന ഖുർആൻ പറഞ്ഞു. വലാ തഖ്റബു സിന, സ്വന്തം ഭാര്യയോട് നിറവേറ്റേണ്ട ബാധ്യതകളെ മറന്നുകൊണ്ട് വിവാഹ ജീവിതത്തിനപ്പുറത്തേക്ക് എന്തെങ്കിലും കൊതിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഖുർആൻ പറഞ്ഞു ഉലൈക ഹുമുൽ ആദൂൻ, അവർ അതിക്രമകാരികളാണ് എന്ന്. ഓരോ കാര്യത്തെക്കുറിച്ചും കൃത്യമായും ഇസ്ലാം പഠിപ്പിച്ചു. ലഹരിയെക്കുറിച്ച് പറഞ്ഞിടത്ത് ഫഹൽ അൻതും മുൻതഹൂൻ, നിങ്ങൾക്ക് ഈ ഒരു മാരകമായ ലഹരിയുടെ നാശം നിർത്താനായില്ലേ എന്ന് ഇസ്ലാം ചോദിക്കുന്നു. സുഹൃത്തുക്കളെ, അതുകൊണ്ട് കൃത്യമായ നന്മ തിന്മകളെ പഠിപ്പിക്കുന്ന ഒരു മതം, ഒരു ദർശനം നമ്മുടെ മുമ്പിലുണ്ട്. ആ ദർശനത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ദൈവികമാണ്. ദൈവികമായ കാലികമായ ആ ഒരു നിർദ്ദേശത്തിലേക്ക് നമ്മൾ തിരിച്ചു വന്നില്ലെങ്കിലാണ് യഥാർത്ഥത്തിൽ ഇത്തരം അപകടങ്ങളിലേക്ക് നമ്മൾ എത്തുക. ഇനിയോ ഇത്തരം ആശയങ്ങൾ പറയുന്ന ആളുകൾ പലപ്പോഴും മതവിരുദ്ധതയാണ് പറയുക. നാഴികക്ക് 40 വട്ടം പറയും ഇസ്ലാം തീവ്രവാദമാണ് പറയുന്നത് എന്ന്. യഥാർത്ഥത്തിൽ തീവ്രവാദത്തെക്കുറിച്ച് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് എന്താണ് എന്ന് കൂടി നമ്മൾ ചേർത്ത് വായിക്കേണ്ടതുണ്ട്. അതെ, യഥാർത്ഥത്തിൽ നമുക്ക് ഖുർആനിൽ തന്നെ ഒരു ആയത്ത് കാണുവാൻ സാധിക്കും. ലോകത്തുള്ള ഒരു മനുഷ്യനെ കൊന്നു കഴിഞ്ഞാൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും കൊന്നതിന് തുല്യമാണെന്നും ഒരു മനുഷ്യനെ രക്ഷിച്ചു കഴിഞ്ഞാൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും രക്ഷിച്ചതിന് തുല്യമാണെന്നും പറയുന്ന ഒരു വിശുദ്ധ വേദഗ്രന്ഥത്തിനെതിരെയാണ് ഇത്തരത്തിലുള്ള അടിസ്ഥാനരഹിതമായിട്ടുള്ള ഒരു ആരോപണം യഥാർത്ഥത്തിൽ ഇവർ ഉന്നയിക്കാറുള്ളത്. അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അല്ലേ, നിങ്ങൾ ദാരിദ്ര്യം ഭയന്ന് നിങ്ങളുടെ മക്കളെ കൊന്നുകളയരുത് എന്ന് പറയുന്ന അങ്ങനെ ഒരുപാട് നന്മയുടെ ആയത്തുകൾ കാര്യങ്ങൾ നമുക്ക് അതിൽ കാണുവാനും ചേർത്ത് വെക്കുവാനും സാധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഒരു കാലത്ത് നമ്മുടെ നാട്ടിൽ വലിയ ചർച്ചയായിരുന്ന വിഷയം നാം ഒന്ന് നമുക്കൊന്ന്, നാം ഒന്ന് നമുക്ക് രണ്ട് അല്ലേ. ജനസംഖ്യയുമായി ബന്ധപ്പെട്ട് കുട്ടികളെ പ്രത്യുൽപാദനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഗവൺമെൻറ് തന്നെ പുതിയ പോളിസികൾ ഇറക്കി. 2 കുട്ടികൾക്ക് മേലെ കുടുംബത്തിൽ വേണ്ട. പിന്നീട് അത് ചുരുക്കി 1 കുട്ടിയാക്കി. കാരണം എന്താണെന്നറിയോ, നമ്മുടെ നാട്ടിൽ ഭക്ഷണത്തിന് ക്ഷാമം ഉണ്ടാവുമെന്നായിരുന്നു. അന്ന് വലിയ ന്യായീകരണം അതിൻ്റെ പേരിൽ ഇറക്കി. പക്ഷേ പിന്നീട് അതേ ആളുകൾ തന്നെ തിരിച്ചു നടക്കുന്ന നമ്മൾ കണ്ടു. കഴിഞ്ഞ ഒരു വർഷത്തെ കണക്ക് പരിശോധിക്കുമ്പോൾ കേരളത്തിലും ഇന്ത്യയിലും അടക്കമുള്ള വ്യത്യസ്ത ഭരണകൂടങ്ങൾ തങ്ങൾ കുട്ടികളെ പ്രജനനം നടത്തണമെന്ന പേരിൽ, നിങ്ങൾ കുട്ടികൾക്ക് ജനനം കൊടുക്കണമെന്ന പേരിൽ അവരുടെ പോളിസികൾ തിരുത്തുന്നു. ലോകരാഷ്ട്രങ്ങളായ റഷ്യയും അമേരിക്കയും അടക്കമുള്ള വലിയ രാഷ്ട്രങ്ങൾ തങ്ങളുടെ പോളിസികൾ തിരുത്തുന്നു. സുഹൃത്തുക്കളെ, യഥാർത്ഥത്തിൽ അവർ പറഞ്ഞിരുന്ന അത്തരം ന്യായങ്ങളെല്ലാം മനുഷ്യനിർമ്മിതമായിരുന്നു. മനുഷ്യർക്ക് തോന്നുകയാണ് ഇവിടെ കുറേ ആളുകൾ വർദ്ധിച്ചാൽ 800 കോടി 900 കോടി ആളുകളൊക്കെ ഉണ്ടായാൽ ഇവിടെ ഭക്ഷണത്തിന് ക്ഷാമം ഉണ്ടാവുമെന്ന്. എന്നാൽ ഇസ്ലാം കൃത്യമായും പഠിപ്പിച്ചു, ഒരിക്കലും നിങ്ങൾ ദാരിദ്ര്യം ഭയന്നുകൊണ്ട് നിങ്ങൾ പ്രത്യുൽപാദനം നിർത്തരുത്. കാരണം അവന് റിസ്ക്, അവന് ഉപജീവനം നൽകുന്നത് അവൻ്റെ രക്ഷിതാവാണ് എന്നാണ്. സുഹൃത്തുക്കളെ, അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ദൈവികമായ ഒരു ദർശനം നൽകുന്ന കൃത്യമായ കാഴ്ചപ്പാടുകൾ, പരിഹാരം ഒരിക്കലും മനുഷ്യനിർമ്മിതമായ ഒരാശയങ്ങൾക്കും ഒരു ദർശനങ്ങൾക്കും തരാൻ സാധിക്കുകയില്ല എന്ന് തന്നെയാണ് പറഞ്ഞു വെക്കാനുള്ളത്. ഇവിടെ നിരീശ്വരവാദം എന്ന പേരിൽ മതം വേണ്ട എന്നും മതമില്ല എന്നും ദൈവമില്ല എന്നും ദൈവത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നെല്ലാം ചോദിക്കുന്ന വലിയ വലിയ വർത്തമാനങ്ങൾ സോഷ്യൽ മീഡിയ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. കൃത്യമായി നമുക്ക് അതിനെല്ലാം മറുപടി പറയാൻ സാധിക്കുമെന്നാണ് ഒറ്റ വാക്കിൽ ആ ഒരു ഭാഗത്ത് പറഞ്ഞു വെക്കുകയാണ്. ഇനി ചേർത്ത് വായിക്കേണ്ട മറ്റൊരു വസ്തുത കൂടിയുണ്ട്.
ഇവിടെ സ്ത്രീ പുരുഷ തുല്യതയെക്കുറിച്ച് വലിയ ചർച്ചകൾ കഴിഞ്ഞ ദിവസം നടക്കുന്നുണ്ട് അല്ലേ? ഇവിടെ നമ്മുടെ രാജ്യത്ത് അറിയപ്പെടുന്ന 2 രാഷ്ട്രീയ പാർട്ടികൾ, മുസ്ലിം ലീഗിന്റെ വക്താക്കൾ പറഞ്ഞു യഥാർത്ഥത്തിൽ സ്ത്രീയും പുരുഷനും തമ്മിൽ തുല്യതയല്ല വേണ്ടത്, നീതിയാണ് വേണ്ടത്. ജെൻഡർ ഈക്വാലിറ്റി അല്ല വേണ്ടത്, ജെൻഡർ ജസ്റ്റിസ് ആണ് വേണ്ടത്. അപ്പോഴേക്കും പല ആളുകളും കയറെടുത്തു അല്ലേ? കാള പറ്റാൽ കയറെടുക്കണം എന്ന് പറയുന്ന പരിപാടി എടുത്ത് കുറേ ആൾക്കാർ വന്നു. എന്താണ് നിങ്ങൾ ഈ കാലത്തും പറയുന്നത്? ഈ 21-ാം നൂറ്റാണ്ടിലെ ആധുനിക ലോകത്ത് സ്ത്രീയും പുരുഷനും തുല്യത വേണ്ടാന്നോ? തുല്യത വേണമെന്നാണ് അവരുടെയൊക്കെ വർത്തമാനം. യഥാർത്ഥത്തിൽ എന്താണ് ഈ വിഷയത്തിൽ സംഭവിച്ച പ്രശ്നം? യഥാർത്ഥത്തിൽ ഒരു ജനറൽ ഇക്വാലിറ്റിയും അബ്സല്യൂട്ട് ഇക്വാലിറ്റിയും എന്ന് പറയുന്ന 2 സംഗതികൾ, അതിൽ അവർക്ക് കൃത്യമായ ഒരു കാഴ്ചപ്പാടോ അതിൽ പോലും ഒരു ധാരണയോ ഇല്ലാത്തത് കൊണ്ടാണ് ഇത്തരം വർത്തമാനങ്ങൾ സാധാരണയായി ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു ജനറൽ ഇക്വാലിറ്റി സ്ത്രീയും പുരുഷനും വേണം എന്നുള്ളതിൽ ആർക്കും തർക്കമില്ല. എന്നാൽ ആബ്സല്യൂട്ട്ലി സ്ത്രീയും പുരുഷനും ഈക്വൽ ആണെന്ന് വെച്ചാൽ അവരുടെ ശാരീരിക പ്രകൃതവും അതേപോലെ തന്നെ അവരുടെ ബയോളജിക്കൽ, അതുപോലെ തന്നെ അവരുടെ ശാരീരിക ക്ഷമത, എല്ലാ തരത്തിലും സ്ത്രീയും പുരുഷനും പരിപൂർണമായും വ്യത്യസ്തരാണ് എന്ന് ആർക്കും പറയുവാൻ സാധിക്കും. അതുപോലെ തന്നെ യഥാർത്ഥത്തിൽ ഇക്വാലിറ്റി അല്ല വേണ്ടത്, ജസ്റ്റിസ് ആണ് വേണ്ടത് എന്ന് എല്ലാവരും അംഗീകരിക്കുന്ന, എല്ലാവരും ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. യഥാർത്ഥത്തിൽ അത് തന്നെയാണ് ഇസ്ലാം പറഞ്ഞു വെച്ചിട്ടുള്ളത്. എന്നാൽ ഈക്വൽ അല്ല എന്ന് പറയുമ്പോഴേക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കാള പറ്റൂ എന്ന് പറയുമ്പോൾ കയറെടുക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് ഇവർ മാറിപ്പോയതാണ് യഥാർത്ഥത്തിലുള്ള പ്രശ്നം എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനം യഥാർത്ഥത്തിൽ എന്താണെന്നറിയോ? മതമെന്ന് പറയുമ്പോൾ സ്ത്രീകൾ അടിച്ചമർത്തുകയാണ്. ഹിജാബ്, പർദ്ദ, സ്ത്രീകൾക്ക് തൊലാക്ക്, വിവാഹം എന്നൊക്കെ പറഞ്ഞ വലിയ അടിച്ചമർത്തലാണെന്ന് വാദിക്കുന്ന ആളുകളാണ് യഥാർത്ഥത്തിൽ ഇവിടെ കണ്ടുവരുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ മതമാണോ യഥാർത്ഥത്തിൽ സ്ത്രീകൾ അടിച്ചമർത്തിയത്, അതല്ല ഇവിടെയുള്ള പൊതുസമൂഹമാണോ? കൃത്യമായി നമ്മൾ പറഞ്ഞു വെക്കുന്നു, സ്ത്രീയും പുരുഷനും കൃത്യമായ നീതി നടപ്പിലാക്കപ്പെടണം, തുല്യതയല്ല വേണ്ടത്. കാരണം ഒരു കോശം മുതൽ അവരുടെ ശരീരത്തിന്റെ ശാരീരികവും മാനസികവും വൈകാരികവും സാമ്പത്തികവുമായ എല്ലാ മേഖലയിലും അവർ വ്യത്യസ്തരാണ്. ഒരു കുടുംബജീവിതത്തിൽ ഭാര്യയ്ക്കും ഭർത്താവിന് 2 റോളുകളുണ്ട്. ഒരിക്കലും ഭർത്താവിന് പോയി പ്രസവിക്കാൻ സാധിക്കുകയില്ല. എന്നാൽ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു മന്ത്രി ഒരു സമയത്ത് പെട്ടെന്ന് വന്ന് പറഞ്ഞു, ഇവിടെ ആട് പ്രസവിച്ചു എന്ന്. അപ്പോൾ ആട് പ്രസവിച്ചു എന്ന് പറയേണ്ട ഗതികളിലേക്ക് എത്താൻ കാരണം എന്താ അറിയോ? ആണിന് ഇക്വാലിറ്റി വേണം, സമത്വം വേണം. പെൺകുട്ടിക്ക് പ്രസവിക്കാൻ പറ്റും, പിന്നെ ആൺകുട്ടിക്ക് പ്രസവിച്ചാൽ അപ്പുറത്ത് എന്ത് പറഞ്ഞു? ആൺകുട്ടികൾക്ക് പാൻ ഇടാൻ പറ്റുന്നുണ്ട്, അപ്പം പെൺകുട്ടികൾക്കും പാൻ ഇടണം. അങ്ങനെ നമ്മുടെ സ്കൂളിൽ ജെൻഡർ ന്യൂട്രാലിറ്റി വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഏത് വിഷയത്തിലും പുരുഷനോടൊപ്പം ഓടാൻ സ്ത്രീയെ പഠിപ്പിക്കുന്ന, പുരുഷ കേന്ദ്രീകൃതമായ ഒരു ലോകത്ത് പുരുഷനാണ് യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യത്തിന്റെ അളവുകോൽ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് ഇവർ എത്തിച്ചേർന്നിരിക്കുന്നുള്ളതാണ്. അതെ, പുരുഷനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് സ്ത്രീകളുടെ സ്വാതന്ത്ര്യം പറയാൻ ശ്രമിക്കുന്ന ആളുകൾ, അവരാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഏറ്റവും വലിയ ക്രൂരത ചെയ്തത്. നമ്മൾ പറയുന്നു സ്ത്രീകൾക്ക് കൃത്യമായ അവകാശങ്ങളുണ്ട്, പുരുഷനും കൃത്യമായ അവകാശങ്ങളുണ്ട്. സ്ത്രീകൾക്കുള്ള അവകാശങ്ങൾ വകവെച്ചു കൊടുക്കുന്നത് പുരുഷനല്ല, പുരുഷനുള്ള അവകാശങ്ങൾ വകവെച്ചു കൊടുക്കുന്നത് സ്ത്രീയുമല്ല. പുരുഷനും സ്ത്രീക്കും അവരുടെ അവകാശങ്ങൾ വകവെച്ചു കൊടുക്കുന്നത് അവരുടെ സ്രഷ്ടാവാണ്. അതുകൊണ്ട് കൃത്യമായ ഉത്തരവാദിത്വത്തോടു കൂടി മുന്നോട്ട് പോകാൻ അവരെ പഠിപ്പിക്കുന്നത്. അവകാശത്തെക്കുറിച്ച് മാത്രം പറഞ്ഞാൽ പോരാ, ഉത്തരവാദിത്വത്തെക്കുറിച്ച് കൂടി കൃത്യമായി പറയണമെന്നതാണ്. അവിടെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ പറഞ്ഞു വെക്കുന്നത്. ഇവിടെ ജെൻഡർ സെഗ്രിഗേഷൻ എന്ന് പറഞ്ഞൊരു വസ്തുത ഉണ്ടല്ലേ? മതപരമായ മേഖലയിലേക്ക് കടന്നു കഴിഞ്ഞാൽ ആണുങ്ങളും പെണ്ണുങ്ങളും വേറെയാണ് ഇരിക്കുക. ഒരു മുസ്ലിം കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ സ്ത്രീകൾ ഒരു ഭാഗത്തും പുരുഷൻ ഒരു ഭാഗത്തുമാണ്. അപ്പോഴേക്കും കയറെടുത്തു. കുറേ ചോദ്യങ്ങളാണ്. എന്താ സ്ത്രീയും പുരുഷനും ഒന്നിച്ചിരുന്നാൽ സ്ത്രീയും പുരുഷനും അടിയിലിരുന്ന് എന്താ ആകാശം ഇടിഞ്ഞു വീഴോ? സുഹൃത്തുക്കളെ, ഇവിടെ ആകാശം ഇടിഞ്ഞു വീഴോ എന്നുള്ളതല്ല പ്രശ്നം. മറിച്ച് സമൂഹത്തിന് നല്ല നടത്തിപ്പിന് യഥാർത്ഥത്തിൽ സ്ത്രീയും പുരുഷനും രണ്ടും രണ്ടാണ് എന്ന കൃത്യമായ അടിസ്ഥാനത്തിൽ തന്നെ അവർക്ക് കൃത്യമായ പരിഗണന നൽകേണ്ടതുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ബസ്സിൽ കയറി കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് റിസർവേഷൻ സീറ്റുള്ളത്. അതുകൊണ്ടാണ് ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള വാർഡുകളുള്ളത്. അതുകൊണ്ടാണ് ഒരു ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞാൽ സ്ത്രീക്കും പുരുഷനും 2 ടോയ്ലറ്റ് ഉള്ളത്. എന്നാൽ പുരോഗമനം പറഞ്ഞ് ആധുനികത പ്രഘോഷിച്ച് അവസാനം സ്ത്രീക്കും പുരുഷനും വേറെ വേറെ ടോയ്ലറ്റ് വേണ്ട, അവർക്ക് വേറെ വേണ്ട റൂമുകൾ വേണ്ട, അവർക്ക് വേറെ വേറെ അവകാശങ്ങൾ വേണ്ട, എല്ലാം ഒന്ന് മതി എന്ന അവസ്ഥയിലേക്ക് ഇവർ എത്തിച്ചേർന്നു എന്നുള്ളതാണ് ഇതിൻ്റെ എല്ലാം അപകടം. യഥാർത്ഥത്തിൽ ഏറ്റവും അവസാനം പരിണിതഫലം അനുഭവിക്കുന്നത് മനുഷ്യർ തന്നെ ആയിരിക്കുമെന്നാണ് നമുക്ക് ചേർത്ത് വായിക്കാനുള്ളത്. അതെ, ഇതിലൊക്കെ മുന്നിൽ നടന്ന പല രാജ്യങ്ങളും ഇന്ന് തിരിച്ചു നടത്തത്തിൻ്റെ പാതയിലാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. നമ്മളാണെങ്കിൽ അവർ എങ്ങനെയാണോ മുന്നോട്ട് പോയിരുന്നത് അതേ പാതയിൽ കൂടുതൽ വേഗത്തിൽ മുന്നോട്ട് നടക്കുവാനാണ് പൊതുവിൽ നമ്മുടെ ഇപ്പോഴത്തെ ഒരു കേരളീയ സമൂഹം വിശേഷിച്ചും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ ഏഷ്യൻ രാജ്യങ്ങൾ, അതുപോലെ തന്നെ പാശ്ചാത്യ രാജ്യങ്ങൾ, റഷ്യ പോലുള്ള രാജ്യങ്ങളൊക്കെ അത്തരം വിഷയങ്ങളിൽ അവർ ആദ്യം എന്താണോ എതിർത്തിരുന്നത് അതിൽ നിന്നൊക്കെ ഒരു യൂ ടേൺ അടിച്ച് തിരിച്ചു നടത്തത്തിൻ്റെ പാതയിലാണുള്ളത്. നമ്മൾ പ്രോഗ്രാം
നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. തീർച്ചയായും ഇവിടെ നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ചേർത്ത് വായിക്കാനുള്ള സുഹൃത്തുക്കളെ, യഥാർത്ഥ പരിഹാരം നൽകാൻ ഇവിടെ മതത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ഇസ്ലാം പറഞ്ഞു വയ്ക്കുന്ന സ്രഷ്ടാവിൻ്റെ എല്ലാ ചിന്തകളും യഥാർത്ഥത്തിൽ മനുഷ്യജീവിതത്തിൻ്റെ പ്രാഥമികമായ ചിന്തകളാണെന്നാണ് നമ്മൾ പറയുന്നത്. ഇവിടെ മനുഷ്യ ശരീരത്തിന് അത്ഭുതകരമായ സൃഷ്ടിപ്പിൻ്റെ ആ സ്രഷ്ടാവ് ആരാണോ, ഇവിടെയുള്ള ഈ ഭൂമിയെ കൃത്യമായി സംവിധാനിച്ചത് ആരാണോ, ആകാശങ്ങളെ കൃത്യമായും തൂണില്ലാതെ നിലനിർത്തുന്നത് ആരാണോ, ആകാശങ്ങളിൽ പാറിപ്പറക്കുന്ന പറവകളെയും ആഴികളിൽ നീന്തി തുടിക്കുന്ന മത്സ്യങ്ങളെയും കാനനങ്ങളിൽ ഗർജിക്കുന്ന സിംഹങ്ങളെയും എല്ലാം പടച്ചതാരാണോ, ആ സ്രഷ്ടാവിനെ ആരാധിക്കാനും ആ സ്രഷ്ടാവിനെ അനുസരിക്കാനുമാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ശരീരത്തിലെ മില്യൺ കണക്കിന് കോശങ്ങളെ ഓരോ ദിവസവും നിയന്ത്രിക്കുന്ന 180 ലിറ്റർ ഓരോ ദിവസവും കൃത്യമായും സജ്ജീകരിക്കുന്ന കിഡ്നി അടക്കമുള്ള തലച്ചോറടക്കമുള്ള മിടിക്കുന്ന ഹൃദയത്തെ നൽകിയ, കൈകാലുകൾ നൽകിയ, കൃത്യമായ ആരോഗ്യം നൽകിയ, ജീവിതത്തിൽ ശ്വാസോച്ഛ്വാസം നൽകിയ ആ സ്രഷ്ടാവിനെ ആരാധിക്കാനും ആ സ്രഷ്ടാവിനെ അനുസരിക്കാനും പറയുന്നത്. ഓരോ ഭക്തരും ഭാഗ്യവിളി നൽകുമ്പോൾ നമസ്കരിക്കാൻ പോകുന്ന ഓരോ മുസ്ലിമിൻ്റെയും മനസ്സിൽ ആ അനുഗ്രഹങ്ങൾക്കുള്ള പ്രത്യുപകാരമാണ് യഥാർത്ഥത്തിൽ, ആ അനുഗ്രഹങ്ങൾക്കുള്ള സ്തുതിയാണ് അവൻ നൽകുന്നത്. ആ ഒരു അർത്ഥത്തിൽ നന്മകളിൽ മുന്നേറുവാനും കൃത്യമായ മതനിയമങ്ങൾ പാലിക്കുവാനും ഇസ്ലാം പഠിപ്പിക്കുന്ന നിർദ്ദേശങ്ങളെ കൂടുതൽ അടുത്തറിയാനും ഖുർആൻ ഒരു തവണയെങ്കിലും വായിക്കുവാനുമെല്ലാം എന്നെ ശ്രമിക്കുന്ന എല്ലാ രക്ഷിതാക്കളും എല്ലാ നാട്ടുകാരും ശ്രമിക്കണമെന്ന് മാത്രമാണ് ഈ ഒരു വൈകിയ വേളയിൽ നമുക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. സ്ട്രീറ്റ് ലോഗ് എന്ന പരിപാടി യഥാർത്ഥത്തിൽ കേരള സ്റ്റുഡൻസ് കോൺഫറൻസ് എന്ന കേരള വിദ്യാർത്ഥി സമ്മേളനത്തിൻ്റെ ഒരു മുന്നോടിയായി നടത്തിയ പരിപാടിയാണ്. മെയ് 11 പെരിന്തൽമണ്ണ അങ്ങാടിയിൽ വെച്ച് നടക്കുന്ന ആ മഹാസമ്മേളനത്തിൽ കേരളത്തിലെ 10,000 വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന ആ മഹാസമ്മേളനത്തിൽ യഥാർത്ഥത്തിൽ നമ്മൾ പറഞ്ഞു വെക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സന്ദേശം എന്നുള്ളത് ധർമ്മസമരത്തിൻ്റെ വിദ്യാർത്ഥി കാലം എന്നുള്ളതാണ്. വിദ്യാർത്ഥികൾ തന്നെയാണ് സമൂഹത്തെ മുന്നിൽ നയിക്കേണ്ടത്, ധാർമ്മികത നിയന്ത്രിക്കേണ്ടത്, ശരിതെറ്റുകൾ നിശ്ചയിക്കേണ്ടത്. അവിടെ തിന്മകളിൽ അകപ്പെടാതെ നന്മകളിൽ മുന്നേറാൻ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കാൻ വിസ്ഡം സ്റ്റുഡൻസ് മുന്നിലുണ്ട്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അതിൻ്റെ സർവ്വസന്നാഹങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഈ സമൂഹത്തിലെ തിന്മകളെ എതിർക്കാൻ മുന്നിൽ നടക്കുന്നുണ്ട്. പുരോഗമനത്തിൻ്റെ പേരിൽ, ലഹരിയുടെ പേരിൽ നടക്കുന്ന ഇത്തരം അന്ധവിശ്വാസങ്ങൾ, ഇത്തരം കൺകെട്ടുകൾ യഥാർത്ഥത്തിൽ നമ്മൾ കൃത്യമായും തടയുമെന്നാണ് ഈ ഒരു വൈകിയ വേളയിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. അതിൻ്റെ ഭാഗമായി ജില്ലയിൽ നടക്കുന്ന ചില പരിപാടികൾ കൂടി നിങ്ങളത് ശ്രമിക്കണമെന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് ക്യാമ്പസ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി +2 കഴിഞ്ഞ ആർട്സ് ആൻഡ് സയൻസ്, പ്രൊഫഷണൽ, ITI, പോളി എന്നീ തുടങ്ങി ഏത് വിദ്യാർത്ഥികൾക്കും ക്യാമ്പസ് പ്രായത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഫെബ്രുവരി 8 ഒറ്റപ്പാലം പിലാത്തറ രാജധാനി ഓഡിറ്റോറിയത്തിൽ വെച്ചുകൊണ്ട് ക്യാമ്പസ് വിദ്യാർത്ഥികൾക്ക് മാത്രമായിക്കൊണ്ട് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ക്യാമ്പസ് കോൺഫറൻസ് ഇൻഷാ അല്ലാഹ് നടക്കുകയാണ്. അതിൽ നമ്മുടെ വിദ്യാർത്ഥിനികളെ എല്ലാവരും പങ്കെടുപ്പിക്കുവാൻ ശ്രദ്ധിക്കണമെന്ന് കൂടി ഉണർത്തിക്കൊണ്ട് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ പ്രോഗ്രാം അവസാനിച്ചതായി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ദിനം വിദ്യാർത്ഥികൾ വിളിച്ചു ചേർക്കും ധർമ്മ സമര സംഗമം, ആയിരങ്ങൾ ചേർന്ന് നിൽക്കുമാ മനുഷ്യ സാഗരം, വെറുതെയല്ല പൊരുതിടാൻ നമുക്ക് നന്മ നേടുവാൻ.